ഇനി നിങ്ങൾക്ക് ഇവിടെ വന്ന മൗലവിയില്ലേ, അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? അയാൾ പറഞ്ഞത് അമ്പിയാക്കളൊക്കെ ശവങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന അമ്പിയാക്കൾ കിടക്കുന്ന സ്ഥലത്ത് വെച്ച് മൗലവി പറഞ്ഞ എന്താണ്? ശവകുടീരം. അമ്പിയാക്കളെ ശവാണോ? ഞാൻ ഇവിടുന്ന് ചോദിച്ചപ്പോൾ മൗലവി എന്താ പറഞ്ഞു അറിയോ? മറുപടി കേട്ടോളൂ. എന്താ മറുപടി പറഞ്ഞോ? മൗലവി പറഞ്ഞത്, അത് ഞാൻ ദുബായിൽ ഒരു ഈദ്ഗാഹ് ഉണ്ടായി, ആ ഈദ്ഗാഹിൽ ഞാൻ പ്രസംഗിച്ചു. അതിനെതിരെ പേരോടനും ഷെയ്ഖുനാക്കോ തീരെ പിടിച്ചില്ല. കാരണം ഷെയ്ഖുനെ കുറേ വട്ടം കറങ്ങി നോക്കി, അവിടെ ഈദ്ഗാഹിൽ ഒരു പ്രസംഗം നടത്താൻ പെർമിറ്റ് കിട്ടിയില്ല. പിന്നെ പേരോടും കുറെ കറങ്ങി നോക്കി, മൂപ്പർക്കും കിട്ടിയില്ല. അത് ഞാൻ പ്രസംഗിച്ച അസൂയ കൊണ്ട് പറഞ്ഞതാണ്. ഇവിടുന്ന് മൂപ്പര് പറഞ്ഞതാ. എന്നാ മൗലവി, നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ എത്ര ആളുണ്ടായിരുന്നു? അതേസമയത്ത് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇക്കഴിഞ്ഞതിന്റെ മുമ്പത്തെ റമദാനിൽ ഉസ്താദ് അവിടെ പ്രസംഗിച്ചു. അവിടെ 10,000 വന്ന് പങ്കെടുത്ത സ്ഥലമുണ്ടായില്ല. ഈ കഴിഞ്ഞ റമദാനിൽ അതാ UAE ഗവൺമെന്റിന്റെ ക്ഷണപ്രകാരം ഉസ്താദ് പോയി. ഇക്കഴിഞ്ഞ റമദാനിൽ പാവപ്പെട്ട ഞാനും അവിടുത്തെ ഔഖാഫ്, അവിടുത്തെ ഗവൺമെന്റ് അഥവാ ജായിസത്തുൽ ഖുർആനിന്റെ ഗവൺമെന്റിന്റെ കമ്മിറ്റി അവരേക്ക് ടിക്കറ്റ് തന്നിട്ട് ഞാൻ പോയി. ഞാൻ അവിടെ ഈദ്ഗാഹിൽ പ്രസംഗം നടത്തി. ഈദ്ഗാഹിലും പരിസരങ്ങളിലും 1 ഇഞ്ച് സ്ഥലമുണ്ടായില്ല. ആളുകൾ പറഞ്ഞിട്ട് ഞാനിത് പറഞ്ഞത് എന്റെ ബഹുമാനം പറഞ്ഞതല്ല, നിങ്ങൾ നാദാപുരത്ത് വെച്ച് ഞങ്ങൾക്ക് അസൂയ ഉണ്ടായിട്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. ചോദിക്കട്ടെ മൗലവി, ഞങ്ങൾക്ക് നിങ്ങളോട് അസൂയ ഉണ്ടാകണമെങ്കിൽ നിങ്ങളടുക്കൽ എന്തെങ്കിലും ഒരു നിയമത്ത് ഞങ്ങൾ കാണണ്ടേ? നിയമത്തില്ലാത്ത നിങ്ങളോട് എന്ത് അസൂയയാണ്? നിയമത്ത് ഈമാനല്ലേ? എന്തിന്റെ പേരിൽ നിങ്ങളോട് അസൂയ വെക്കാനാണ്? അസൂയ വെക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ അവസാനം പറഞ്ഞ് ഒപ്പിച്ച മറുപടി എന്താ? അത് ആ സദസ്സിൽ ഈ അക്ബറും ഉണ്ടായിരുന്നു, MM അക്ബർ. മൗലവിന്റെ മറുപടിയാണ്. MM അക്ബർ ഉള്ളത് കൊണ്ട് കുറെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മക്ബറ എന്ന് പറയുന്നതിന്റെ പുറമെ എന്തു പറഞ്ഞു? ശവകുടീരോ എന്നും കൂടി പറഞ്ഞു. ഹിന്ദുക്കൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ശവകുടീരോ എന്ന് പറഞ്ഞത്. നാദാവത്ത മറുപടിയാ. എന്നാ മൗലവി, നിങ്ങൾ പറയുമ്പോ അമ്പിയാക്കളുടെ ശവകുടീരോ എന്നാ പറഞ്ഞ്. അമ്പിയാക്കൾ തന്നെ ഹിന്ദുക്കൾക്ക് മനസ്സിലാവോ? അമ്പിയാക്കൾ എന്ന അറബിയല്ലേ, അത് നിങ്ങൾ മലയാളാക്കാഞ്ഞേ? അപ്പൊ മൂപ്പരൊരു മറുപടി പടച്ചുണ്ടാക്കി നോക്കിയതാണ്. നാദാവരത്ത് കൊണ്ടുവന്നിട്ട് നടക്കൂല മൗലവി, അത്ര തട്ടിപ്പൊന്നും നടക്കൂലട്ടോ. അതൊന്ന് കേട്ടോളി നിങ്ങൾ. മൂപ്പര് ചോന തട്ട വിട്ടിട്ട് ആ ഈദ്ഗാഹിന് ശവകുടീരോന്ന് അമ്പിയാക്കളെ മക്ബറിനെ പറ്റി പറയുന്നൊന്ന് കേട്ടോളി. യൂത ക്രൈസ്തവരുടെ മേൽ ശാപമുണ്ടാകട്ടെ. എന്താ കാരണം? അവർ അവരുടെ അമ്പിയാക്കന്മാരുടെ ശവകുടീരങ്ങളെ മക്ബറകളെ, ഖബറുകളെ അവർ മസ്ജിദുകളാക്കി മാറ്റി. അപ്പൊ അമ്പിയാക്കളുടെ ശവകുടീരങ്ങളെ, അമ്പിയാക്കൾ നിങ്ങളെന്തേ മലയാളം പറയാഞ്ഞേ? അപ്പൊ ഹിന്ദുക്കളില്ല, അപ്പൊ വേറെ മതക്കാരില്ല? അതിന് മറുപടി പറഞ്ഞോ? നിങ്ങൾ പറയണം മറുപടി. പോരാ, എന്നിട്ട് മൗലവി പറയുന്നത് പേരോടിന്റെ മുഖമൂടി വലിച്ചു കീറുകയാണ്. നിങ്ങളെ ചോന തലമൂടിയാ ഞാൻ വലിച്ചെറിഞ്ഞത് കേട്ടോ. അതൊന്ന് വെച്ചോട്ടെ അവനെ. പേരോടിന്റെ മുഖമൂടി വലിച്ചെറിഞ്ഞു തന്നെ. നിങ്ങളുടെ മുഖമൂടി വലിച്ചു കീറും, നിങ്ങളുടെ മുഖമൂടി വലിച്ചു കീറപ്പെടും. തലക്ക് ചോന മൂടി വെച്ചിട്ട് ഞാൻ വലിച്ചു കീറിയില്ലേ? ഇവിടെ വരുമ്പോ മൂടിയുണ്ടോ? ഇനി മൂപ്പരെന്താ പറഞ്ഞത്? മൂപ്പര് ഇവിടുന്ന് പറഞ്ഞ് ഞാനേ വിദേശത്ത് തലമറിച്ച് സുന്നത്തായതുകൊണ്ടല്ല. പിന്നെന്താ തലമറിച്ച്? മൂപ്പര് പറഞ്ഞോ, അതൊരു ഒരു സ്ഥലത്തുള്ള ഭൂരിപക്ഷം അനുസരിച്ചുള്ള വേഷം കെട്ടുക എന്ന നിലക്കാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ അമേരിക്കയിലും ബ്രിട്ടനിലൊക്കെ പോയാൽ തുണിയം കഴിച്ചു കളിയോ? കാരണം അവിടുത്തെ ഭൂരിപക്ഷം അങ്ങനെ തുണി അയച്ചിട്ട് ട്രൗസർ കൊടുത്ത് നടക്കല. മൗലവി ഒന്ന് ബ്രിട്ടനിൽ പോയാൽ തുണി ഉണ്ടാവൂല. അതിന് മറുപടി പറഞ്ഞോ? 3. ഇനിയും കേട്ടോളി. പിന്നെ മൗലവി എന്താ പറഞ്ഞോ? തലപ്പാവിനോട് തൊപ്പിയോട് എനിക്ക് ഭയങ്കര വെറുപ്പാണ്. ഞാൻ ചോദിച്ചാൽ എന്താന്ന് ചോദിച്ചു. അത് തലപ്പാവിനോട് വെറുപ്പുണ്ടാകും. കാരണം തൊപ്പിയും തലക്കെട്ടും കെട്ടിയിട്ട് പലരും തട്ടിപ്പ് നടത്തുന്നു. അതുകൊണ്ട് എനിക്ക് അതിനോട് വെറുപ്പാണ്. ഞാൻ ഈ സ്റ്റേജിൽ വന്ന് ചോദിച്ച്, അപ്പൊ കുറെ ആളുകൾ പാൻറ് കൊടുത്ത് കക്കുന്നുണ്ട്, തുണി കൊടുത്ത് കക്കുന്നുണ്ട്. അപ്പൊ അതിനോടും വെറുപ്പ് തുടങ്ങിയിട്ട് ഇനി അതും കൂടി അയക്കോ? എന്റെ ചോദ്യ. മറുപടി പറഞ്ഞോ? മറുപടി പറഞ്ഞോ മൗലവി? പറ. ഇനിയും കേട്ടോ. മുഖമൂടി അയക്കുന്നുണ്ട് നിങ്ങളില്ലേ? ഇനിയും കേട്ടോ. പിന്നെന്താ പറഞ്ഞത്? നിങ്ങൾ എന്നോട് പറഞ്ഞു തലമറക്കൽ സുന്നത്തില്ല. ഞാൻ നിങ്ങളെ മുഖപത്രമായ അൽമനാർ വായിച്ചിട്ട് പറഞ്ഞു, കാണിച്ചു CD-യിൽ തലമറക്കൽ സുന്നത്താണ്. നിങ്ങളെ മദ്രസാ ബുക്കും ഞാൻ വായിച്ചു കേൾപ്പിച്ചു. മറുപടി പറഞ്ഞോ? ഓരോന്ന് എഴുതിയോ? മറുപടി പറഞ്ഞോ? എനിക്ക് കേട്ടോ. മൂപ്പരെന്ത് പറഞ്ഞ്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജാറത്തെ സംബന്ധിച്ച് പാറക്കടവ് എന്ന് പറഞ്ഞ് കള്ളജാറമാണ്, ഞാൻ പിടിച്ചു. ഈ സ്റ്റേജിൽ വന്ന് ഞാൻ കേൾപ്പിച്ചു. കള്ളജാറം തന്നെ മൗലവി എന്ന് പറഞ്ഞു. മൗലവിന്റെ നാട്ടിലും പോയി കേൾപ്പിച്ചു. അപ്പൊ മൗലവി കഴിഞ്ഞ മുമ്പത്തെ വരുത്തിന് എന്താ പറഞ്ഞത്? ഞാൻ കള്ളജാറോ എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ എന്ത് ചെയ്തു? പറഞ്ഞത് ശരിക്കും വെച്ചങ്ങ് കേൾപ്പിച്ചു കൊടുത്ത്. അവൻ നിച്ചോട്ടവനെ രണ്ടും കൂടി, ഒന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതും അയാൾ പറയുന്ന വാക്കും, അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ വാക്കും ഒന്ന് ചുരുത്തട്ടെ. 2 ആഴ്ച കൊണ്ട് ഞാൻ മതിയം പോയതും കണ്ടു. എന്താ കണ്ടത്? അവിടെ എഴുതിയിരിക്കുന്നത് കള്ളജാറത്തിന് തോന്നുന്നു. എന്താ വലിയൊരു ജാറം, വലിയൊരു ജാറത്തിന് ആ രൂപത്തിലുള്ള കുറെ ആചാരങ്ങൾ, അത് ഫോട്ടോ ഇട്ടിട്ട് വീട്ടിൽ ബർക്കത്തിന് വേണ്ടി തൂക്കുന്ന ഒരു ഇടപാട് നടത്തുന്നുണ്ട്. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ. ഞാൻ അല്ലാഹുവിന്റെ റസൂല് കിടക്കുന്ന ഖബറിനെ പറ്റി കള്ളജാറം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ. പിന്നെയോ എന്നാലേ മൂപ്പര് ഇപ്പൊ ആലപ്പുഴ പോയി പ്രസംഗിച്ച്, അത് നാദാപുരത്ത് പറയൂല. ആലപ്പുഴയിൽ മൂപ്പര് എന്താ പറഞ്ഞറിയോ? ജാറം പൊളിക്കണോ, ജാറം പൊളിക്കണോ. ഈ മൗലവി തന്നെ ജാറം പൊളിക്കണോ എന്ന് ആലപ്പുഴ പോയിട്ട് പ്രസംഗിച്ചു. ആലപ്പുഴയിൽ നിന്ന് വെച്ചു കൊടുത്താ മോനെ. ഇസ്ലാമിലുണ്ടോ അങ്ങനെ ജാറം കെട്ടിപ്പടുക്കലും ഒരു സംരക്ഷിക്കലും? പൊളിച്ചു കളയാനായി ഇസ്ലാമിന്റെ കൽപ്പന, പൊളിച്ചു കളയാനായി ഇസ്ലാമിന്റെ കൽപ്പന. ഞാൻ ആ റസൂലുള്ളാഹിന്റെ ജാറത്തിനെ പറ്റി കുറ്റം പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടേ ഇല്ല എന്ന് ഇവിടുന്ന് പറഞ്ഞ മൗലവി ആലപ്പുഴ എന്ന് പറഞ്ഞ് പൊളിച്ചു കളയാനാ ഇസ്ലാമിന്റെ കൽപ്പന. നിങ്ങളൊന്ന് ആലോചിച്ചു. ഇനി എന്നാ നിങ്ങൾക്ക് കേൾക്കണോ സഹോദരന്മാരെ? മറുപടി പറയണം നിങ്ങൾ. ഈ മൗലവി പറഞ്ഞ് പൊളിച്ചാലും പോരാ, തട്ടി നിരപ്പാക്കണോ? അതും ആലപ്പുഴ എന്ന് പറഞ്ഞതാ. പൊങ്ങി നിൽക്കുന്നവരൊറ്റ ഖബറുകളെയും തട്ടി നിരപ്പാക്കാതെ വിടരുത് എന്ന് ആ കാലഘട്ടത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തട്ടി നിരപ്പാക്കണോന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട് പോലും. സുബ്ഹാനല്ലാഹ്. വലാ അല്ലാ അദാ ഖബറൻ മുസ്രിഫൻ ഇല്ലാ സബൈതുഹു എന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു ഹദീസ്. ആ ഹദീസിന്റെ അർത്ഥം എന്താ? തട്ടി നിരപ്പാക്കണോന്നാ. ബുഖാരിന്റെ സറഹ് കേട്ടോളി, ഇർശാദുസ് സാരി നോക്കി ഞാൻ വായിക്കാം. ലിഅന്നഹു ലം യുരിദു തസ്വിയതഹു ബിൽ അർളി, അത് ഭൂമിയോട് തട്ടി നിരപ്പാക്കണമെന്നല്ല അതിന്റെ ഉദ്ദേശം. അങ്ങനെ നബി ഉദ്ദേശിച്ചിട്ടില്ല, അലി റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചിട്ടില്ല. വഇന്നമാ അറാദ തസ്തീഹു ജംഅൻ ബൈനൽ അഖ്ബാരി, അപ്പറഞ്ഞതിന്റെ അർത്ഥം ഖബർ കൂർത്തിട്ടല്ല വേണ്ടത്, പിന്നെ കുറച്ച് പരന്നിട്ടാണ് എന്നാണ്. ഖബർ പരന്ന നിലക്കാണ് വേണ്ടത്, കൂർപ്പിച്ചിട്ടല്ല എന്നാണ് അപ്പറഞ്ഞതിന്റെ അർത്ഥം എന്ന് സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ അർത്ഥം മാറ്റിയതല്ലേ മൗലവിമാരെ? ഇനി നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്നത് വേറൊന്നാണ്. മറ്റൊരു സമയത്ത് മൗലവിയോട് പറഞ്ഞു പോയി, എന്തെന്നറിയോ? ഒരു ചാൺ ഉയരം വേണോ, തട്ടി നിരപ്പാക്കണത്. ഇതേ മൗലവി അരണന്റെ സ്വഭാവമാണല്ലോ, മറന്നുപോയി. പിന്നെ ഒരിക്കൽ പറയാൻ ഒരു ചാൺ ഉയരം വേണോ, അത് നിർമ്മിച്ചു അവനെ. ഇമാമിനെ വിശ്വാസപരമായും കർമ്മപരമായും നിങ്ങൾ തള്ളിയിട്ടില്ലേ? മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ചാണിലപ്പുറം ഖബർ ഉയർത്തുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു ചാണിലപ്പുറമുള്ള ഖബറിലേക്ക് അല്ലാതെ നിങ്ങൾ പോകില്ല എന്നല്ലേ നിങ്ങളുടെ തീരുമാനം? കേട്ടങ്ങള്, മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരു ചാണിനേക്കാൾ ഖബർ ഉയർത്തുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ തീരുമാനം ഒരു ചാണിന്റെ മേലെ ഉയരണ്ടെങ്കിലേ പോകുന്നല്ലേ നമ്മളോട് ചോദ്യ. ചേച്ചിട്ടില്ല ചോദ്യ. എന്നാ മൗലവി ശരിക്കും മനസ്സിലാക്കി വെച്ചോ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം എന്താണ്? ഒരു ചാണിലധികം ഉയർത്തുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നല്ലേ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത്? നേരെ മറിച്ച് ശിർക്കാണ് എന്നാണോ ഹറാമാണ് എന്നാണോ പറഞ്ഞ? എന്താണ്? ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം എന്താണ്? ഒരു ചാണ് ഖബർ, ഒരു ചാണാകുന്നത് കൂടുതൽ ഉത്തമമാണ്. കൂടുതൽ ഉത്തമം ഒരു ചാൺ ഉയരമുണ്ടാകുന്നതാണ്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഉയരമുണ്ടായാൽ അതിന്റെ നിയമം എന്താണ്? അത് ഷാഫി മദ്ഹബിലെ കിതാബുകളിൽ പറഞ്ഞിട്ടില്ലേ? ഷാഫി മദ്ഹബിലെ കിതാബുകളിൽ പറഞ്ഞിട്ടില്ലേ? എന്താ പറഞ്ഞത്? ജായിസാണ്. ജായിസാണ്. എങ്ങനെ പറഞ്ഞു? വെറുതെ പറഞ്ഞതാണോ? സഹീഹുൽ ബുഖാരിയിലെ ഹദീസ്, സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ് അതിന് തെളിവ്. സഹീഹുൽ ബുഖാരി കാണാം. വഖാല ഖാരിജത്തു ഇബ്നു സൈദ്,
ഹാരിജത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റഅയ്തുനി, എന്നെ ഞാൻ കാണുന്നു, വനഹ്നു സുബ്ബാനുൻ, ഞങ്ങൾ ചെറുപ്പക്കാരായിരുന്ന സമയം, ഫീ സമാനി ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലത്ത്, വഇന്ന അസദ്ദനാ വസുബത്തൻ, ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഉയരത്തിൽ ചാടാൻ കഴിയുന്ന വ്യക്തി, അല്ലദീ യസിബു ഖബ്റ ഉസ്മാൻ ബിൻ മഗ്ഊൻ, ഉസ്മാൻ ബിൻ മഗ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ചാടിക്കടക്കുന്ന ആളാണ്. ഹത്താ യുജാവിസഹു, അങ്ങനെ ഏറ്റവും ഉയരത്തിൽ ചാടുന്ന ആള്, അതാ ഖബർ ചാടിക്കടക്കാൻ കഴിയുന്ന ആളാണ്. ചെറുപ്പക്കാരായ ഞങ്ങള് സഹാബികളെ കാലത്ത് ഏറ്റവും ഉയരത്തിൽ ചാടാൻ കഴിയുന്ന, ഹൈ ജമ്പ് നടത്താൻ കഴിയുന്നവർക്ക് മാത്രമേ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ചാടിക്കടക്കാൻ സാധിക്കുകയുള്ളൂ. അത്രയും ഉയരം സഹാബിയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിനുണ്ടായിരുന്നു എന്നാരാ പറഞ്ഞത്? ഹാരിജത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. അതാരാ റിപ്പോർട്ട് ചെയ്തത്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ഓ സഹോദരാ, ശരിക്കും മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മേലെ നിശാങ്കല്ല് വെച്ചത്, നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ മീസാങ്കല്ല് വെച്ചത്. അങ്ങനെ അള്ളാഹിന്റെ റസൂലിന്റെ കാലത്ത് തന്നെ മറവ് ചെയ്യപ്പെട്ട ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന് അതിന്റെ ഉയരമാണ് വിവരിക്കുന്നത്. എത്ര? ഏറ്റവും ഉയരത്തിൽ ചാടാൻ കഴിയുന്നവർക്ക് മാത്രമേ ചാടിക്കിടക്കാൻ കഴിയൂ. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ശാഫി ഇമാം എന്താ പറഞ്ഞതെന്ന് വ്യക്തമായി അറിയുന്ന മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ ബുഖാരിയുടെ സറഹിൽ പറയുന്നു, വഫീഹി ജവാസു തഅലിയത്തുൽ ഖബരി, ഖബർ ഉയരൽ ജായിസാകും എന്നതിന് ഇതിൽ തെളിവുണ്ട്. ഖബർ ഉയർന്നാൽ അത് ഹറാമല്ല, ശിർക്കല്ലെന്ന് മാത്രമല്ല ഹറാമും ഇല്ല, അത് ജായിസാണെന്നതിൽ തെളിവുണ്ട്. അത് തന്നെ ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു പറയാണ്. എന്താ പറയുന്നത്? അതേ مناسبة ذلك للترجمة من حيث إن وضع الجريد على القبر يرشد إلى جواز وضع ما يرتفع به ظهر القبر على الأرض. അതേ ഉയരമുണ്ടാകുന്നത് ജായിസാണെന്നതിന് തെളിവാണ്. അപ്പൊ ഇമാമിങ്ങളൊക്കെ പറഞ്ഞ് എന്താണ്? ഒരു ചാണായാൽ ഏറ്റവും നല്ലതാണ്, ഉയർന്നാൽ അതിന് തെറ്റില്ല എന്നാണ്. ഇനി സഹോദരാ, ശരിക്കും മനസ്സിലാക്കി. ഷാഫി ഇമാം പറഞ്ഞ് മനസ്സിലായി. ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിനല്ലേ, ഇമാം ഖസ്തല്ലാനിക്കല്ലേ, അല്ല ഹുസൈൻ സലഫിക്കാണോ ഷാഫി ഇമാമിന്റെ വാക്ക് മനസ്സിലാവുക? ഞങ്ങൾ ഷാഫി ഇമാമിനെതിരാണെന്ന് നിങ്ങൾ കള്ളം പറഞ്ഞതല്ലേ മൗലവി? ഇനി ചോദിക്കട്ടെ, ഷാഫി ഇമാമിന്റെ മഖ്ബറ ആചാരത്തിന്റെ ഉയരവും വലിപ്പവും നിങ്ങൾക്കറിയോ? ഞാൻ ഈജിപ്തിൽ പോയി അത് സിയാറത്ത് ചെയ്തവനാണ് ഞാൻ. പറയട്ടെ, ആ മഖ്ബറയെ സംബന്ധിച്ച് നവവി ഇമാം റളിയല്ലാഹു അൻഹു എന്താ ശർഹുൽ മുഹദ്ദബിൽ പറഞ്ഞത്? ആ മഖ്ബറയെ സംബന്ധിച്ച് പറഞ്ഞത് ഷാഫി ഇമാമിന്റെ ബഹുമാനത്തോട് യോജിച്ച മഖ്ബറ എന്നല്ലേ പറഞ്ഞത്? യോജിച്ച ഖുബ്ബ എന്നല്ലേ പറഞ്ഞത്? നവവി ഇമാമിനെക്കാൾ ഷാഫി ഇമാമിന്റെ വാക്ക് തിരിയുന്നവൻ ആരാണ് മൗലവി? ഇനി ചോദിക്കട്ടെ, അവിടുത്തെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന കിതാബിൽ എത്ര സഹാബികളെ ഖബറിന്റെ മേലുള്ള ഖുബ്ബയെ സംബന്ധിച്ച് വിവരിച്ചിട്ടുണ്ട് മൗലവി. ഇമാമിങ്ങൾ പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്കറിയോ? അത് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഇമാമിങ്ങളെ കിതാബിന്റെ ഇബാറത്ത് അറിയില്ല, അർത്ഥമറിയില്ല. ഞങ്ങളെ ഇമാമിങ്ങളെ ഞങ്ങളെ കഷ്ണം കഷ്ണമാക്കി നുറുക്കിയാലും തള്ളൂല കേട്ടോ. ഇമാമിങ്ങളെ തള്ളുന്നത് നിങ്ങൾ തന്നെ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഈ കുബ്ബ പാടില്ല, ആചാരം പാടില്ല എന്ന് ആദ്യമായിട്ട് പറഞ്ഞ ആരാ? അത് മുജാഹിദീങ്ങളാ. അള്ളയും പറഞ്ഞിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല, ഒരു സഹാബിയും പറഞ്ഞിട്ടില്ല, ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. ഇമാമിങ്ങളൊക്കെ എന്താ പറഞ്ഞത്? ഞാൻ നോക്കി വായിക്കാം. കുബ്ബ പറ്റൂല എന്നാ പറഞ്ഞത്. കുബ്ബ പുണ്യാണ് എന്നാ പറഞ്ഞു. മഹാന്മാരെ മഖ്ബറയിൽ കുബ്ബ ഉണ്ടാക്കലും ബിൽഡിംഗ് ഉണ്ടാക്കലും പുണ്യമാണ് എന്നാ പറഞ്ഞു. കേട്ടോ, ഷാഫി മദ്ഹബിലെ ഏറ്റവും മുഅ്തമദായ കിതാബ് തുഹ്ഫ നിഹായ, രണ്ടും നോക്കിക്കോ. ഞാൻ നിഹായ നോക്കി വായിക്കാം. കേട്ടോ എന്താ എഴുതിയത്? വസിയ്യത്ത് ചെയ്താൽ ആ വസിയ്യത്ത് പാലിക്കൽ നിർബന്ധമാണ്. എന്നാൽ തെറ്റായ കാര്യത്തിന് വസിയ്യത്ത് ചെയ്താൽ പാലിക്കേണ്ടതില്ല. പുണ്യകരമായ കാര്യത്തിന് വസിയ്യത്ത് ചെയ്താലോ എന്നാൽ അത് പാലിക്കണം. അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് പറയാൻ, വശമില അദമുൽ മഅസിയത്തി അൽ ഖുർബത, തെറ്റല്ലാത്ത കാര്യമായിരിക്കണം വസിയ്യത്ത് ചെയ്യുന്ന സംഗതി. അതിലെന്ത് പെട്ടു? അൽ ഖുർബത, അൽ ഖുർബത, ഖുർബത്ത് പെട്ടു. പുണ്യകർമ്മം ഏതുപോലെ? കഇമാറത്തിൽ മസാജിദി, പള്ളി ഇമാറത്ത് ചെയ്യും പോലെ. പള്ളി ഇമാറത്തിൽ പള്ളി ഉണ്ടാക്കലും അത് പരിപാലിക്കലൊക്കെ പുണ്യകരമാണ്. എന്ന് പിന്നീട് വിശദീകരിച്ചിട്ട് പറയാൻ, അതുപോലെ വഖുബൂരിൽ അംബിയാഇ, അംബിയാക്കളുടെ ഖബറുകൾ, അംബിയാക്കളുടെ ഖബറുകൾ അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തലും പരിപാലിക്കലും പുണ്യകർമ്മമാണ്. നിർമ്മാണ പ്രവർത്തനം എവിടുന്ന ഉസ്താദെ അർത്ഥം കിട്ടിയതിന് ശേഷം ഇൻഷാ അല്ലാഹ് അത് ഞാൻ കേൾപ്പിച്ചു തരും. ഈ കിതാബിനെ നോക്കി വായിച്ച് കേൾപ്പിച്ചു തരും. വൽ ഉലമാഇ,
ആലിമീങ്ങളെ ഖബറും വസാലിഹീന സജ്ജനങ്ങളുടെ ഖബറും അത് ഇമാറത്ത് ചെയ്യൽ പരിപാലിക്കൽ പുണ്യകർമ്മമാണ്. ലിമാ ഫീ ദാലിക അങ്ങനെ ചെയ്യുന്നതിൽ ഉള്ളതിന് വേണ്ടി എന്താ ഉള്ളത്? മിൻ ഇഹ്യാഇ സിയാറത്തി വതബറുകി ബിഹാ ആ മഹാന്മാരുടെ ഖബർ സജീവമാക്കലും മഹാന്മാരുടെ ഖബർ കൊണ്ട് ബറക്കത്തെടുക്കലും ഇങ്ങനെ മഹാന്മാരുടെ ഖബർ പരിപാലിക്കുന്നത് കൊണ്ട് ഉണ്ടാകും. അതിനാൽ പരിപാലിക്കൽ പുണ്യകർമ്മമാണ്. എന്താണ് ഈ ഇമാറത്ത് പരിപാലനം എന്ന് പറഞ്ഞാൽ? വലഅല്ലൽ മുറാദ ബിഹി പരിപാലനം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം كما قاله صاحب الذخائر وأشعر به كلام الإحياء في أوائل كتاب الحج وكلامه في الوسيط في زكاة النقد يشير إليه മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ദഖായിറിന്റെ മുസന്നിഫും ഇഹിയയിലും വസീത്തിലും ഒക്കെ പറഞ്ഞ വാചകങ്ങൾ ചൂണ്ടുന്നതും അറിയിക്കുന്നതും പോലെ എന്താണ് മഹാന്മാരുടെ ഖബർ ഇമാറത്തിയെ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ അൻതുബന അലാ ഖുബൂരിഹിമുൽ ഖിബാർ അവരുടെ മഖ്ബറകളുടെ മേൽ ഖുബ്ബകൾ പണിയലാണ്. വൽ ഖനാതിർ കെട്ടിടങ്ങൾ പണിയലാണ്. എന്ത് കെട്ടിടം? സിയാറത്ത് ചെയ്യാനുള്ള ആളുകൾക്ക് സൗകര്യത്തിൽ. അങ്ങനെ മഹാന്മാരുടെ മഖ്ബറകളിൽ ഖുബ്ബ പണിയലും കെട്ടിടം പണിയലും അത് പുണ്യകർമ്മമാണ്. പുണ്യകർമ്മമാണ്. ശാഫിഈ മദ്ഹബിലെ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ മിൻഹാജിന്റെ ശറഹ് ബഹുമാനപ്പെട്ട ഇമാം ജമാലുദ്ദീൻ റംലി റളിയല്ലാഹു അൻഹു വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു കമാ യുഫ്അലു ഫിൽ മശാഹിദി മഹാന്മാരുടെ മഖ്ബറകളിൽ നടന്നു വരുന്നത് പോലെ ചെയ്യപ്പെടുന്നത് പോലെ. എപ്പോ ഇദാ കാന ദഫ്നു ഫീ മവാദിഅ മംലൂകത്തിൻ ലഹും ആ മഹാന്മാരുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് മറവ് ചെയ്യപ്പെടുന്നതെങ്കിൽ ഔ ലിമൻ ദഫനഹും ഫീഹാ അല്ലെങ്കിൽ അവിടെ മറവ് ചെയ്യുന്ന ആളുകളുടെ ഭൂമിയിൽ ഉടമസ്ഥാവകാശത്തിലുള്ള ഭൂമിയിലാണ് മറവ് ചെയ്യുന്നതെങ്കിൽ ലാ ബിനാഉൽ ഖുബൂരി നഫ്സിഹാ ലിന്നഹി അൻഹു നേരെ മറിച്ച് ഖബറിന്റെ തടി അത് കെട്ടുക എന്നത് അല്ല. അപ്പൊ മഹാന്മാരുടെ ഖബറിന്റെ മേലെ ഖുബ്ബ പണിയലും കെട്ടിടം പണിയലും പുണ്യകർമ്മമാണ് എന്നാ ഇമാം ഗസാലി റളിയല്ലാഹു പറഞ്ഞത്. അതാണ് ഇമാം റംലി പറഞ്ഞത്. അതാണ് ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്. അങ്ങനെ എല്ലാ ഇമാമിങ്ങളും പറയുന്നു ഖുബ്ബ പണിയൽ ജാറം പണിയൽ അത് പുണ്യകർമ്മമാണ്. എന്നാൽ ഇത് പറ്റൂല എന്ന് ലോകത്താരാ പറഞ്ഞ്? ഒരു മഹാനും പറഞ്ഞില്ല. അത് പറഞ്ഞ മുജാഹിദീങ്ങളാണ്. അതിന്റെ പുറമെ ഒന്നുകൂടി കേട്ടോളി. സക്കരിയ സലാഹി ഇത് പറഞ്ഞിട്ട് പറയുന്നത് മദീനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന റൂം അതിന്റെ മുകളിൽ കൊബ്ബുണ്ട് പണിതിട്ടുണ്ട്. അത് പൊളിച്ചു കളയേണ്ടതാണ്. ഇങ്ങനെ മദീനത്തെ മഖ്ബറ പൊളിച്ചു കളയേണ്ടതാണ്. പക്ഷെ പൊളിക്കാൻ സൗദി ഗവൺമെന്റിന് ധൈര്യമില്ല. ഇൻഷാ അല്ലാഹ് കേരള നദ്വത്തുൽ മുജാഹിദീന് സൗദിന്റെ ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ഞങ്ങളത് പൊളിക്കും. ആരാ പറയുന്നത്? മുജാഹിദിന്റെ നേതാവ് സക്കരിയ സലാഹി, ബഹുമാന്യനായ നേതാവ്, നമ്മളെ സലഫിന്റെ ഭാഷയിൽ പറയും. അപ്പൊ രണ്ട് വിഷയമാണ് നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പോകുന്നത്. ഒന്ന്, ജാറത്തിനെതിരായി ആദ്യം സംസാരിച്ചത് മുജാഹിദാണ്. രണ്ടാമത്തത് ജാറം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറം മദീനയിലുണ്ട്. അത് പൊളിക്കാൻ സൗദി ഗവൺമെന്റിന് ധൈര്യമില്ല. കേരള നദ്വത്തുൽ മുജാഹിദിന് സൗദിന്റെ ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം അത് പൊളിക്കും. ഈ രണ്ട് സംഗതിയും നിങ്ങളൊന്ന് കേട്ടോളി. ഇത് തെറ്റാണെന്നും ജാറം മുസ്ലിം സമുദായത്തിന് ആപത്താണെന്നും ഈ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളാണ്. ജാറം ഇത് തെറ്റാണെന്നും ജാറം മുസ്ലിം സമുദായത്തിന് ആപത്താണെന്നും ഈ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളാണ്. റസൂലുള്ളാഹിയെ ഖബർ കൊണ്ടിട്ടില്ല. ഖബറിന്റെ ചുറ്റുമുള്ള വീട് ഓടി വിളിച്ചിട്ടും അതിന്റെ മേലത്തെ ആളുകൾ പച്ചക്കൊക്കെ കൊണ്ടുപോകുകയും ചെയ്തിട്ടുണ്ട്. അത് പൊളിച്ചു കളയാൻ സൗദി ഗവൺമെന്റിന് ധൈര്യമില്ലാന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് കേരള നദ്വത്തുൽ മുജാഹിദീന് സൗദിയുടെ ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ആ പച്ചക്കൊക്കെ തകർക്കുന്നതും റസൂലുള്ളാഹിന്റെ ഖബറിനെ പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ വൈപ്പിനെ നിർമ്മിക്കുന്നതുമാണ്. രണ്ടാമത്തെ ദിവസം ആ പച്ചക്കൊക്കെ തകർക്കുന്നതും റസൂലുള്ളാഹിന്റെ ഖബറിനെ പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ വൈപ്പിനെ നിർമ്മിക്കുന്നതുമാണ്. യാതൊരു സംശയവും വേണ്ട. ഒരു ചർച്ചയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ടായിരുന്നു, മരിച്ചുപോയ KS അബ്ദുള്ള സാഹിബ് ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കൂടി ഒന്നായിട്ടിരുന്നൊരു ചർച്ചയാണ്. ആ ചർച്ച നടക്കുമ്പോൾ കാന്തപുരം ഉസ്താദ് ഇങ്ങനെ ഒരു മുജാഹിദ് മൗലവി പറഞ്ഞു, അവരുടെ കൂടെ ഞങ്ങളെങ്ങനെ വന്നിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പച്ച ഖുബ്ബ തകർക്കണം, മദീനത്തെ പച്ച ഖുബ്ബ തകർക്കണം എന്ന് പറഞ്ഞ മൗലവിന്റെ കൂടെ ഞങ്ങളെങ്ങനെ യോജിക്കും എന്ന് ഉസ്താദ് അവറുകൾ പറഞ്ഞു. അപ്പൊ KS അബ്ദുള്ള സാഹിബ് പറഞ്ഞു, അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ യഹൂദിയായിരിക്കും ഉസ്താദേ എന്ന് പറഞ്ഞു. KS അബ്ദുള്ള സാഹിബ് പറഞ്ഞു, ഇബ്രാഹിം സഖാഫിയിലേനൊന്ന് ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന
ആ മഹത്തായ ജാറം, ആ ജാറത്തെ സംബന്ധിച്ച് എന്താണ് മൗലവി പറഞ്ഞത്? കേരള നദ്വത്തുൽ മുജാഹിദീന് ഭരണം സൗദിന്റെ ഭരണം കിട്ടിയാൽ, കേട്ടോ, കേരള നദ്വത്തുൽ മുജാഹിദീന് സൗദിന്റെ ഭരണം കിട്ടുക, കേരള നദ്വത്തുൽ മുജാഹിദീന് സൗദിന്റെ ഭരണം കിട്ടുക. എന്നിട്ട് പറയാണ്, ഭരണം കിട്ടിയ രണ്ടാമത്തെ ദിവസം അവരെടുക്കുന്ന പണിയാണെന്ത്? മദീനത്തെ കുബ്ബ തകർക്കും. അപ്പൊ ഒന്നാമത്തെ ദിവസം കഅബ പൊളിച്ചായിരിക്കും. അങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് പോവാലോ. എന്താണ് സഹോദര ഇത്? ഞാനിവിടെ വെച്ച് കേൾപ്പിച്ചില്ലേ? ചേറ്റേട്ടിയിൽ വന്നിട്ട് മറുപടി പറഞ്ഞോ സലഫി? പറഞ്ഞോ എത്ര സ്ഥലത്ത് കേൾപ്പിച്ചു ഞാൻ? പറഞ്ഞോ നിങ്ങൾ ഇനി മറുപടി? ഇനി ചോദിക്കട്ടെ. പിന്നെ ആദ്യം പറഞ്ഞ കേട്ടില്ലേ? ജാറം പാടില്ല എന്നും പറഞ്ഞു ഞങ്ങളാണ് എന്ന് അയാൾ ആദ്യം പറഞ്ഞു കേട്ടില്ലേ? ഒന്നുകൂടി ചുട്ടവനെ അത്തല. ജാറം ഇത് തെറ്റാണെന്നും ജാറം മുസ്ലിം സമുദായത്തിന് ആപത്താണെന്നും ഈ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളാണ്. കേട്ടില്ലേ? ജാറം തെറ്റാണ് നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളാണ്. അള്ളാഹ് പഠിപ്പിച്ചിട്ടില്ല, റസൂലുള്ള പഠിപ്പിച്ചില്ല, സഹാബത്ത് പഠിപ്പിച്ചില്ല, ഒരു മഹാനും പഠിപ്പിച്ചിട്ടില്ല. അത് ഇവര് പഠിപ്പിച്ചാണ്. ഇവര് പഠിപ്പിച്ചത് ആർക്ക് വേണം ഇവിടെ? ഇനി സഹോദര, ഇവിടുന്ന് മൗലവി ആനത്തല പോലത്തെ ചോദ്യം ചോദിച്ചില്ലേ? അതിന് നല്ല ഉരുളക്കുപ്പേരി പോലത്തെ മറുപടി ഞാൻ കൊടുത്തില്ലേ? പിന്നെ അതും കൊണ്ട് പറഞ്ഞ് നടക്കണല്ലേ പിന്നെ പണി. എന്നാലേ മൗലവി ഇവിടുന്ന് ചോദിച്ചു, മദീനത്ത് ജാറം മൂടലുണ്ടോ, വെളുക്കത്തിക്കലുണ്ടോ? ഞാൻ ചോദിച്ചു, പിന്നെ അവർക്ക് ഇരുട്ടിലിരിക്കലാ? ഇരുട്ടിലിരിക്കലാ? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഞാന് അവിടുത്തെ ജാറത്തിന്റെ കുബ്ബന്റെ ചിത്രവും അതുപോലെ തന്നെ കബറിന്റെ മേലെ പച്ചപ്പട്ട് പിരിച്ചുകൊണ്ടുള്ള ആ ചിത്രവുമൊക്കെ ഞാനിവിടെ കാണിച്ചു. സൗദിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന അൽ മുസ്ലിമും പത്രം എടുത്ത് കാണിച്ചു. ഒക്കെ കാണിച്ചപ്പോ മൗലവി ഇവിടുന്ന് എന്തെല്ലാം തട്ടിപ്പാ നടത്തിയത്, ആ തട്ടിപ്പിന് മുഴുവനും അണപൈ തീർത്തുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞിട്ട് ഇപ്രാവശ്യം വന്നപ്പോ മിണ്ടിയില്ല മൗലവി. എന്നാ ഞാൻ ചോദിക്കുന്നത്, ആ കബറ് മൗലവി പറഞ്ഞ് നിങ്ങൾ കാണിച്ച പോലെ ഒന്നുമല്ല അവിടെ കബറുള്ളത് എന്ന്. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രസംഗത്തിന്റെ മറുപടിയിൽ ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ ഉള്ള ഒരു കോലുണ്ടല്ലോ അത് നിങ്ങൾ കാണിക്കുന്നത്. ആ ജാറത്തിന്റെ ഉള്ളിൽ ഖബറുണ്ടെന്ന കാര്യം ഉറപ്പല്ലേ? അതിലാർക്കും സംശയമില്ലല്ലോ. ഇനി ആ ഖബർ ഈ അറേബ്യയിൽ നിന്ന് പുറത്തിറങ്ങുന്ന പത്രത്തിൽ വന്നത് ശരിയല്ല, അത് കള്ള ഫോട്ടോ ആണെന്നാണോ മൗലവിയുടെ വാദം? മൗലവി വെല്ലുവിളിക്കുന്നു. എന്നാൽ ഒറിജിനൽ ഖബറിന്റെ ചിത്രമൊന്ന് കാണിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? ഞങ്ങൾ കാണിക്കുന്നത് സൗദി അറേബ്യയിലെ പത്രത്തിൽ വന്നത്, കുവൈറ്റിലെ പത്രത്തിൽ വന്നത് ആ ഖബറല്ല, അത് ഒറിജിനൽ ഖബറല്ല, അത് കള്ള ഖബറാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ചോദിക്കുന്നു, എന്നാൽ ഒറിജിനൽ ഒരു ഖബറുണ്ടെന്നതിൽ തർക്കമില്ലല്ലോ. ആ ഖബറിന്റെ ചിത്രം മൗലവി ഒന്ന് കാണിച്ചു തരുമോ? ഇതല്ലാന്ന് വാദിക്കുമ്പോ മറ്റൊന്നുണ്ടാകണ്ടേ? എന്നാ അതൊന്ന് കാണിക്കൂ മൗലവിമാരെ. നിങ്ങളെ കൂട്ടത്തിൽ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഇതല്ലാത്ത മറ്റൊരു ഖബർ ഒന്ന് കൊണ്ടുവന്ന് സമൂഹത്തിന് കാണിക്കൂ. ഞാൻ പറഞ്ഞ പോലെ ഒന്നുമല്ല, പച്ചപ്പട്ടൊന്നും പിരിച്ചിട്ടില്ല, മോളൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെയാണ്. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ഉള്ള ഖബറാടുണ്ടല്ലോ, അതെങ്ങനെയാണ് നിങ്ങളൊന്ന് കാണിച്ചു തരി. നിങ്ങൾക്കല്ല അവിടെ വലിയ സ്വാധീനമുള്ളത്. ഇപ്രാവശ്യം ഇവിടെ വന്നിട്ട് കാണിച്ചോ, പറഞ്ഞോ, മിണ്ടിയോ? ഇനി ചോദിക്കട്ടെ. എന്നാ സഹോദര, ഈ മൗലവി മറുപടിയില്ലാതെ മുട്ടിയിട്ട് കുടുങ്ങുന്ന മൗലവി ഇപ്പം പറയുന്നത് തങ്ങക്കെന്തിനാ ജാറത്തുമ്മൽ തുണിയിടുന്ന്? കൊതു അടിക്കാതിരിക്കാനാ? മൗലവിന്റെ ചോദ്യ ഇടുന്ന് ആലപ്പുഴന്ന്. ഇവിടെ വന്നിട്ട് ചോദിക്കാൻ ധൈര്യമില്ല. ആലപ്പുഴ ഒരു പുഴയിലും വിടൂലട്ടോ. അങ്ങനെ പുഴയിലിട്ടൊന്നും രക്ഷപ്പെടാൻ വിടൂല. ആലപ്പുഴ എന്നുള്ള ചോദ്യം എന്താ ചോദ്യം അറിയോ? കൊതു കടിക്കാതിരിക്കാനാണോ തങ്ങളെ ജാറത്തുമ്മൽ ഇടുന്നത്? അത് നിങ്ങളൊന്ന് കേട്ടോളി. എന്തിനാ ജാറം മൂടുന്നത്? തങ്ങൾ പാപ്പാക്ക് തണുക്കാതിരിക്കട്ടെ, കൊതുക് കടിയില്ലാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ ഈ പട്ട് മൂടുന്നത്? എന്തിനാ ജാറം മൂടുന്നത്? തങ്ങൾ പാപ്പാക്ക് തണുക്കാതിരിക്കട്ടെ, കൊതുക് കടിയില്ലാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ ഈ പട്ട് മൂടുന്നത്? എന്നാ മൗലവി കഅബ ശരീഫിന് കില്ല കൊണ്ട് പുതക്കുന്നില്ലേ? കഅബയെ കൊതുകടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണോ മൗലവി കഅബയെ കില്ല കൊണ്ട് പുതക്കുന്നില്ലേ?
കൊതുക് കടിക്കാതിരിക്കാനാണോ മൗലവി? ചോദിക്കട്ടെ, കഅബത്തിന് തണുക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണോ മൗലവി? മുസ്ലിമീങ്ങളെ മുന്നിൽ വന്നിട്ട് ഇത്തരം കാര്യം പറയാൻ ഒരൽപ്പവും ലജ്ജ തോന്നുന്നില്ലേ മൗലവി? മറുപടി പറയണേ മൗലവി. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന സംഗതി എന്താണെന്നറിയോ മൗലവി? നാദാപുരത്ത് വരുമ്പോ എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ, മൗലവിനെ നിങ്ങൾ സ്വകാര്യം പോയെന്ന് കണ്ടിട്ട് നിങ്ങളൊന്ന് ചോദിക്കണേ, എന്താ കാണിക്കാൻ പോകുന്നത്? കഅബ ശരീഫിന് നിർമ്മിക്കുന്ന ഖില്ല, കഅബക്ക് വേണ്ടി കഅബ പുതക്കാൻ നിർമ്മിക്കുന്ന ഖില്ല 25 കോടി ഉറുപ്പിക. സഹോദരാ, ശരിക്കും മനസ്സിലാക്കി വെച്ചു, 25 കോടി ഉറുപ്പികയോളം അതിന് ചെലവാണ് കേട്ടോ. പിന്നെയോ ആ കഅബത്തിന് പുതക്കുന്ന ഖില്ല 15 കിലോ സ്വർണം അതിന് ചെലവാണ് കേട്ടോ. ആ ഖില്ല പണിയുന്ന കമ്പനി, അതേ കമ്പനിയിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറം മൂടുന്ന പച്ചപ്പട്ടും നിർമ്മിക്കുന്നത് കേട്ടോ. അത് പേരോട് പറയുന്നതല്ല. ഈ കേരളത്തിൽ ഏഷ്യാനെറ്റിൽ വന്ന വാർത്തയാണ്, ലോകമൊട്ടാകെ വന്ന വാർത്തയാണ്. ആ വാർത്തയിൽ ഖില്ല പണിയുന്ന കമ്പനിയും ഖില്ലയുടെ പണി നടത്തുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറം മൂടുന്ന പച്ചപ്പട്ട് അവിടെ നിന്നിങ്ങനെ നെയ്തുകൊണ്ടിരിക്കുന്നതും അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫിന്റെ അതേ മൂടുന്ന തുണി ഉണ്ടാക്കുന്ന മക്കീനയുള്ള സ്ഥലമാണെന്ന് ബോർഡും വെച്ചിട്ടുണ്ട്. അതൊക്കെ ഏഷ്യാനെറ്റിൽ റിപ്പോർട്ട് വന്നില്ലേ മൗലവി? നിങ്ങൾ എന്നെ സുരിപ്പാക്കിയില്ലേ? സിറാജുല്ലുദക്ക് കറാമത്ത് എന്ന് പറഞ്ഞ് സുരിപ്പാക്കിയില്ലേ? എന്നാ കറാമത്താ കാണിക്കാൻ പോകുന്നത്. ശരിക്ക് കണ്ടോ ഏഷ്യാനെറ്റിലെ വാർത്ത? മൗലവിനെ മുട്ടുകുത്തിക്കാൻ വേണ്ടി അള്ള തന്നതല്ലേ ആ വാർത്ത. അത് കേട്ടിട്ട് കാസർഗോഡ് വെച്ച് ഖലീൽ ഹാജി വിളിച്ചെന്നോട് പറഞ്ഞു, ഞാൻ ഈ വാർത്തയൊന്നും കേൾക്കാൻ പോകാറില്ല, വാർത്തയുണ്ട്. അദ്ദേഹം അതാ എന്നോട് പറഞ്ഞു 500 CD നിങ്ങളെ ഞാൻ ഫ്രീ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ നല്ലൊരു മനുഷ്യനാണ്. അയാള് എന്നോട് പറഞ്ഞു അങ്ങനുണ്ട്. ഞാൻ പറഞ്ഞു കിട്ടണം മാതിയാരെ. കിട്ടി. ഞാൻ നിങ്ങൾക്കിതാ ഇപ്പൊ കാണിക്കുന്നു. മൗലൈമാര് പള്ള നിറയൊന്ന് കണ്ടോ, വയറ് നിറയൊന്ന് കണ്ടോ? ഞങ്ങളെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ മേലെ മൂടുന്ന പച്ചപ്പട്ട്, അത് നെയ്യുന്ന സ്ഥലം കണ്ടോ? പച്ചപ്പട്ട് നെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി കണ്ടോ മൗലവി? അതിന്റെ പുറമെ ഞങ്ങളെ കേന്ദ്രമാ കഅബ. ആ കഅബ നിങ്ങൾക്ക് പറ്റൂല, കാരണം അതിന്റെ ചുറ്റുഭാഗം അമ്പിയാക്കളെ മക്ബറയാണ്. ആ കഅബ അതിന് പുതക്കുന്ന ഖില്ല അതും കണ്ടോ മൗലവി? വെക്ക് മോനെ ഏഷ്യാനെറ്റ് വാർത്ത. ഏറ്റവും വലിയ ദേവാലയമായ മക്കയിലെ വിശുദ്ധ കഅബാലയത്തെ പുതപ്പിക്കുന്ന തുണിയാണ് കിസ്വ. സിൽക്കും സ്വർണവും വെള്ളിയും ഉപയോഗിച്ചുണ്ടാക്കുന്ന കിസ്വ നിർമ്മിക്കാൻ മക്കയിൽ ഒരു ഫാക്ടറി തന്നെയുണ്ട്. എല്ലാ വർഷവും ഹജ്ജിനോടനുബന്ധിച്ച് കിസ്വ മാറ്റിയിടും. യമനിലുള്ള തുബൈ എന്ന രാജാവാണ് ആദ്യമായി വിശുദ്ധ കഅബയെ തുണി കൊണ്ട് പുതച്ചത് എന്നാണ് പ്രബലാഭിപ്രായം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് മുൻകാലങ്ങളിൽ കഅബയെ പുതക്കാനുള്ള കിസ്വ എന്നറിയപ്പെടുന്ന തുണി കൊണ്ടുവന്നിരുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലശേഷം വളരെ കാലം ഈജിപ്തിൽ നിന്നുള്ള തുണിയാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. 1926 മുതൽ അബ്ദുൽ അസീസ് രാജാവിന്റെ നിർദ്ദേശപ്രകാരം മക്കയിൽ തന്നെ കിസ്വ നിർമ്മിക്കാൻ ആരംഭിച്ചു. 1977 മക്കയിൽ ഈ കിസ്വ നിർമ്മാണ കേന്ദ്രം ആരംഭിച്ചത്. ഇവിടെ 200 ജോലിക്കാർ ഒരു വർഷമെടുത്താണ് ഒരു കിസ്വ നിർമ്മിക്കുന്നത്. ഏതാണ്ട് 2 കോടി സൗദി റിയാലാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. 450 കിലോഗ്രാം ശുദ്ധമായ സിൽക്കും 15 കിലോഗ്രാം സ്വർണവും ഉപയോഗിച്ചാണ് 650 സ്ക്വയർ മീറ്റർ വലുപ്പത്തിലുള്ള കിസ്വ നിർമ്മിക്കുന്നത്. 47 മീറ്റർ നീളത്തിലും 1 മീറ്റർ വീതിയിലുമായി വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അറബ് കാലിഗ്രാഫിയിൽ ഇതിൽ എഴുതിയിട്ടുണ്ട്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും നൂലുപയോഗിച്ചാണ് കിസ്വയിലെ വിശുദ്ധ വചനങ്ങളും അലങ്കാരങ്ങളും തീർത്തിരിക്കുന്നത്. എല്ലാ വർഷവും ഹജ്ജ് വേളയിൽ കഅബയെ പുതപ്പിക്കുന്ന കിസ്വ മാറ്റിയിടും. അറബ് മുസ്ലിം രാജ്യങ്ങളിലെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് കിസ്വ മാറ്റിയിടാറുള്ളത്. പഴയ കിസ്വ കഷ്ണങ്ങളാക്കി വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുകയാണ് പതിവ്. മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമായ കഅബയെ പുതപ്പിക്കുന്ന കിസ്വയുടെ ചെറിയ ഭാഗത്തിന് പോലും വളരെ പുണ്യമുള്ളതായാണ് വിശ്വസിക്കപ്പെടുന്നത്. മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഖബറിടം പുതക്കാനുള്ള പച്ച തുണിയും ഇവിടെ വെച്ചാണ് നിർമ്മിക്കുന്നത്. മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഖബറിടം പുതക്കാനുള്ള പച്ച തുണിയും ഇവിടെ വെച്ചാണ് നിർമ്മിക്കുന്നത്. കേട്ടില്ലേ? മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ പുതക്കുന്ന പച്ചത്തുണിയും ഇവിടെയാണ് നിർമ്മിക്കപ്പെടുന്നത്. ആ നിർമ്മിക്കുന്ന കമ്പനി, അവിടെ നടക്കുന്ന പണിയും ഏഷ്യാനെറ്റിൽ നിങ്ങൾ കണ്ടില്ലേ? ഇപ്പൊ മൗലവി ഇവിടെ വന്നിട്ട് പറഞ്ഞ എല്ലാ കളവും പാളിപ്പോയില്ലേ? ഈ മൗലവിന്റെ CD വാങ്ങിയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നവരും
അത് പ്രചരിപ്പിക്കുന്ന മുജാഹിദിന്റെ ചെറുപ്പക്കാരും, ഞാൻ ചോദിക്കട്ടെ, ഈ മൗലവി നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആഖിറത്തിൽ വരുവോ? നിങ്ങൾ ശരിക്ക് ചിന്തിക്കൂ ചെറുപ്പക്കാരാ. സുന്നത്ത് ജമാഅത്തിന്റെ അലിമീങ്ങൾ കള്ളം പറയാറില്ല. അവർ സത്യം പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞ് ജീവിച്ചവരാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെയാകുകയും. ഇനി എന്താ കേൾപ്പിക്കുന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മസ്ജിദുൽ ഖൈഫ് എന്നിട്ട് മിനയിൽ ഒരു പള്ളിയുണ്ട്. ആ മിനയിലാണല്ലോ എല്ലാ രാഷ്ട്രത്തിന്റെയും കൊടികുത്തൂന്ന് ഞാൻ പറഞ്ഞത്. എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടുകയും ചെയ്യും. ആ മിനയിൽ പോകാൻ വേണ്ടി പലരും ഹജ്ജ് നേർച്ചയാക്കാറുണ്ട്. ഇരിക്കട്ടെ, ആ മസ്ജിദുൽ ഖൈഫിന്റെ അടുക്കൽ അതാ 70 നബിമാരെ ഖബറുണ്ട്. ശരിക്കും മനസ്സിലാക്കി വെച്ചോ. പിന്നെയോ കഅബത്തിന്റെ ചുറ്റുഭാഗത്തുകൊണ്ട് ഒരുപാട് മഹാന്മാരായ അമ്പിയാക്കളെ ഖബർ. ഇത് ഞാൻ ഇവിടുന്ന് പറഞ്ഞപ്പോ മൗലവി എന്നെ പരിഹസിച്ചു എന്ന് മാത്രല്ല, മൗലവി പിന്നെ നീ അറിയോ, ആലപ്പുഴ പോയിട്ട് പറയാണ്, ഇങ്ങനെ മസ്ജിദുൽ ഖൈഫിന്റെ അടുത്ത് കഅബത്തിന്റെ അടുത്തൊക്കെ അമ്പിയാക്കളെ ഖബറുണ്ട് എന്ന് പറയുന്ന വർഗം ആര്യ മൗലവിയ പറഞ്ഞത്? ഞാൻ എന്റെ വകയെ പറഞ്ഞതാ. കഅബത്തിന്റെ അടുത്ത് ഖബറുണ്ട്, മസ്ജിദുൽ ഖൈഫിൽ ഖബറുണ്ട്, ഞാൻ എന്റെ വകയെ പറഞ്ഞതാ. സഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അല്ലേ അത് പറഞ്ഞത് അവിടെ ഖബറുണ്ട്? അപ്പൊ വർഗം എന്ന് പറഞ്ഞ ആര്യ മൗലവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ നിങ്ങൾ വർഗം എന്ന് വിളിച്ചത്? ഒന്ന് കേൾപ്പിക്കും മോനെ, അയാളെ പറയുന്നത്. എനിക്ക് ആ കിതാബ് കാണിച്ചു തരാം. അവിടെ തന്നെ തവാഫ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ധാരാളം നബിമാരുടെ ഖബറുണ്ട് പോലും. കഅബത്തിന്റെ ചുറ്റുഭാഗത്തും ഖബറുണ്ട്. മസ്ജിദുൽ ഖൈഫിൽ 70ഓളം നബിമാരുടെ ഖബറുണ്ടെന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെയാണ് പ്രസംഗിക്കുന്നത്. നോക്കൂ സഹോദരന്മാരെ, ഹജ്ജിനെയും അതേപോലെ തന്നെ ഇസ്ലാമിലെ ചടങ്ങുകളെയും ഒക്കെ ഉറൂസും ആണ്ട് നേർച്ചയും പോലെ അതപ്പതിപ്പിച്ചിട്ടുള്ള ഈ വർഗം, കേട്ടാ, ഉറൂസും ആണ്ട് നേർച്ചയും പോലെ അതപ്പതിപ്പിച്ചിട്ടുള്ള ഈ വർഗം എന്താ പറഞ്ഞത്? ഖബർ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ വകയിൽ. എന്നാ മൗലവി, നിങ്ങൾ ആരെയാ ഈ വർഗം എന്ന് വിളിച്ചത്? ശരിക്ക് കേട്ടോ, ഇതെന്താണ്? ലോകപ്രശസ്ത ഹദീസിന്റെ ഗ്രന്ഥമാണ് മജ്മുഉസ് സവായിദ്. ആ ഹദീസ് ഗ്രന്ഥത്തിൽ ഹദീസ് ഞാൻ നോക്കി വായിക്കാം, കേട്ടോളൂ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫീ മസ്ജിദിൽ ഖൈഫി ഖബ്റു 70 നബിയ്യാ. മിനയിലുള്ള മസ്ജിദുൽ ഖൈഫ് എന്ന പള്ളി, മിനയിലുള്ള മസ്ജിദുൽ ഖൈഫ് എന്ന് പറയുന്ന പള്ളി, ആ പള്ളിയുടെ സ്ഥലത്ത്, ആ പള്ളിയുടെ സ്ഥലത്ത് ഖബ്റു 70 നബിയ്യാ, 70 നബിമാരുടെ ഖബറുണ്ട്. ആരാ പറയുന്നത്? പേരോടല്ല, കാന്തപുരം ഉസ്താദല്ല, കീവന ഉസ്താദല്ല, ഈ കെ ഉസ്താദല്ല, ഞങ്ങളെല്ലാവരുടെയും പ്രിയപ്പെട്ട നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതെ, 70 നബിമാരെ ഖബർ മസ്ജിദുൽ ഖൈഫിലുണ്ട്. ഇനിയും നിങ്ങൾക്ക് കാണാം സഹോദരന്മാരെ, ഫീ മസ്ജിദിൽ സല്ലാ ഫീ മസ്ജിദിൽ ഖൈഫി 70 നബിയ്യാ മിൻഹും മൂസാ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടിൽ അങ്ങനെയും കാണാം, 70 നബിമാര് മസ്ജിദുൽ ഖൈഫിൽ വെച്ച് നിസ്കരിച്ചിട്ടുണ്ട്. 70 നബിമാരെ ഖബറും അവിടെ ഉണ്ട് കേട്ടോ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇനി സഹോദരാ, അതേ കഅബത്തിന്റെ സമീപത്ത് ഖബറുണ്ടെന്ന് ഞാൻ എന്റെ വകയിൽ പറഞ്ഞതായിരുന്നു. ഇമാം സർക്കശി റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമുസ് സഅദ് എന്ന കിതാബ് വായിച്ചിട്ടല്ലേ ഞാനെന്ന് പറഞ്ഞിരുന്നത്? എന്താണ് ഞാനെന്ന് പറഞ്ഞിരുന്നത്? മാബൈനൽ മഖാമിൽ റുക്നി ലാബീരി സംസമൈൽ ഹിജ്രി ഖബ്റു 77 നബിയ്യാ, 77 നബിമാരെ ഖബർ. ഹിജ്ർ ഇസ്മായിലിന്റെയും സംസം കണക്കിന്റെയും ഇടയ്ക്ക്, ഇബ്രാഹിം മഖാമിന്റെയും ഇടയ്ക്ക്
ഉണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അവിടെ വന്നിട്ട് അവിടെ വെച്ച് വഫാത്തായി അവിടെ തന്നെ മറവ് ചെയ്യപ്പെട്ടവരാണവര്. നിങ്ങൾ മനസ്സിലാക്കണം എത്ര വ്യക്തമായിട്ടാണ് എന്ന് അതാ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ ഹദീസ് അതിന്റെ റിപ്പോർട്ടർമാരെ മുഴുവനും യോഗ്യന്മാരാണെന്ന് അതാ മജ്മഉ സവാഇദിൽ പറഞ്ഞിട്ടില്ലേ. ഇങ്ങനെ എത്രയോ വ്യക്തമായിട്ട് വന്ന രേഖ. ആ രേഖ ഞങ്ങൾ വായിക്കുമ്പോ ഇത് പഠിപ്പിക്കുന്ന വർഗം അല്ലേ നിങ്ങൾ സഹാബികളെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചും പറഞ്ഞത്. അത്തസ്വീഖു ഇലാ ബൈത്തുൽ അതീഖ് എന്ന ഗ്രന്ഥത്തിൽ ഇമാം മുഹിബ്ബു തിബിരി റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞിട്ടില്ലേ. ഞാൻ വെറുതെ പറഞ്ഞതാണോ, ഒരു ചുക്കും അറിയില്ലാതെ ഞാൻ വെറുതെ പറഞ്ഞതാണോ? എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ വരെ നിങ്ങൾ വർഗം എന്ന് വിളിച്ചില്ലേ മൗലവി? നിങ്ങൾ ശരിക്കൊന്ന് ചിന്തിക്കണ്ടേ. ആഖിബത്ത് നന്നായി ഭരിക്കണ്ടേ, ഈമാൻ കിട്ടണ്ടേ മൗലവി? പേരോടിനെ ചീത്ത പറഞ്ഞാ മതിയോ? മരിക്കുമ്പോ ഈമാൻ കിട്ടണ്ടേ? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഇനി ആ രസം എന്താണ്? ഇതെന്താ സാധനോ? ഹുസൈൻ സലഫി ഇതെന്താ സാധനോ? ഇത് നമ്മളെ ഇസ്ലാഹി മാസിക 2000 ഒക്ടോബർ. ഇതിന്റെ പത്രാധിപരാരാ? ശരിക്ക് ഈ ഇസ്ലാഹില് കേട്ടോ, വലത്ത് ഭാഗത്ത് പത്രാധിപ സമിതി ഹുസൈൻ സലഫി. ഇതിന്റെ നേരെ അടുത്ത ഭാഗത്തെ പേജ് സംശയമുള്ള മുജാഹിദീങ്ങൾ എന്തെങ്കിലും നോക്കിക്കോ. ഇതിന്റെ അടുത്ത ഭാഗത്തെ പേജ് വായിക്കട്ടെ. ആയിരക്കണക്കിന് പ്രവാചകന്മാരും മഹത്തുക്കളും അന്ത്യവിശ്രമം കൊള്ളുന്ന, പ്രത്യേകിച്ച് ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഹാജറ റളിയല്ലാഹു അൻഹാ, ആദം നബി അലൈഹിസ്സലാം തുടങ്ങിയവരെല്ലാം മറമാടപ്പെട്ട കഅബയുടെ പരിസരത്ത്. ഇങ്ങനെ നമ്മൾ പറഞ്ഞ 77 നബി ഉണ്ട് എന്നാ, ഇവര് പറഞ്ഞ ആയിരക്കണക്കിന് ഉണ്ട് എന്നാ. ശരിക്കും മനസ്സിലാക്കണം. ഹുസൈൻ സലഫി പത്രാധിപര്, ഇസ്ലാഹി മാസിക. ഡേറ്റ് ഒന്നും പറയാണ്ടിരിക്കുന്നില്ല. നിങ്ങൾ ഡേറ്റ് പറയാണ്ടൊക്കെ നിൽക്കുന്നില്ലേ? അതിന് എന്റെ നേരം പോട്ടെ എന്ന് വിചാരിച്ചിട്ടില്ലേ? എന്നാല് എന്റെ നേരം അള്ളാന്റെ ദീന് വളർത്താൻ വേണ്ടി തന്നെ ചെലവഴിക്കാൻ അള്ളാഹ് തൗഫീക്ക് ചെയ്യട്ടെ കേട്ടോ. എന്നാ ഞാൻ ലക്കൊക്കെ പറഞ്ഞുതരാ, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. ഹുസൈൻ സലഫി പത്രാധിപര് 2007 ഒക്ടോബർ ഇസ്ലാഹി മാസിക എന്താ പറഞ്ഞത്? ആയിരക്കണക്കിന് പ്രവാചകന്മാരും മഹത്തുക്കളും അന്ത്യവിശ്രമം കൊള്ളുന്ന, പ്രത്യേകിച്ച് ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഹാജറ റളിയല്ലാഹു അൻഹാ, ആദം നബി അലൈഹിസ്സലാം തുടങ്ങിയവരെല്ലാം മറമാടപ്പെട്ട കഅബയുടെ പരിസരത്ത് ജനിച്ചു വളർന്ന് പ്രവാചകനായി പ്രബോധനം നടത്തിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ അവരൊക്കെ ഖബർ എവിടെയുള്ളത് മൗലവി? ഇപ്പൊ ഒന്നാമത്തെ വർഗം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആളാരാ? വർഗം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആരാ മൗലവി? പറ, മറുപടി പറ. ഇനി സഹോദരന്മാരെ, ഒരു ഇർഫാദ്, ഇവിടുന്ന് ഒരു ഇർഫാദ് വായിച്ചു മൗലവി. എന്ത് ഇർഫാദ്? മൂപ്പര് ഇർഫാദ് വായിച്ചിട്ട് പോയി കുടുങ്ങിയ കൊടുക്ക്. അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ വളരെ ചുരുക്കി പറയാൻ തീർത്തുതരാം. സമയം വളരെ വൈകിപ്പോകും. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞു നിർത്താം കേട്ടോളെ. എന്താണ് മൗലവി? ഞാൻ പറയും പോലെ ചിലതൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു കൊല്ലിയായുൽ കാഫിറൂനെ പഠിച്ചുകൂടായിരുന്നു. അതിന് മൗലവി കൊല്ലുവല്ലാഹു പഠിച്ചുകൂടായിരുന്നോ എന്നോട്? കൊല്ലിയായുൽ കാഫിറൂനെ പഠിച്ചുകൂടായിരുന്നോ? മൂപ്പർക്ക് എന്തൊക്കെ പറയണ്ടേ? കൊല്ലുവല്ലാഹു ഇത് പഠിച്ചുകൂടായിരുന്നോ എന്നോട് ചോദിച്ച്. അല്ല മൗലവി കൊല്ലുവല്ലാഹു ഇതിൽ ഞാൻ പറഞ്ഞതിനെതിരെ എന്തോ ഉണ്ടായിരുന്നോ? പിന്നെ മൂപ്പര് പറയുന്നുണ്ട് എന്നെ കൊണ്ട്. ഞാൻ മൂപ്പര് കട്ടതോരോന്നോരോന്ന് ഇങ്ങനെ കാണിച്ചപ്പോൾ മൂപ്പർക്കും പറയണ്ടേ കട്ടതല്ലേ എന്ന്. മൂപ്പര് ഒരു കട്ടതല്ലേ എന്ന് പറയുന്നുണ്ട്. അതിപ്പോ പറഞ്ഞാല് ഒറ്റ വാക്കിലാണ് കേട്ടിച്ചാവനെ. എന്താ സംഗതി എന്നറിയോ? ഞാൻ റാസിയിലൊരു ഇബാറത്ത് വായിച്ചു. ആ റാസിയിലെ ഇബാറത്ത് വായിച്ച ഇയാൾ എന്താ പറയുന്നത്? അത് കണ്ടല്ലോ. റാസിയിലെ ഇബാറത്ത് വായിച്ചിട്ട് പറഞ്ഞപ്പോ മൂപ്പര് പറയുന്നത് റാസിയിൽ പേരോട് കട്ടതാണ്. ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലേ, നമുക്ക് ഒന്നായിട്ടൊരു സ്ഥലത്ത് ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരാ കക്കുന്നത്, ആരാ അർത്ഥം മാറ്റുന്നതൊക്കെ പറയാ, നിങ്ങൾ ഒന്നായിട്ട് ഇരിക്കാൻ തയ്യാറുണ്ടോ എന്ന് ഞാൻ ചോദിച്ചില്ലേ? അത് നിങ്ങളല്ലേ തയ്യാറാകത്ത്? അപ്പൊ ആരാ കക്കുന്നതെന്ന് ഏത് ബുദ്ധിയുള്ളവരും മനസ്സിലാവൂലേ? ആരാ കക്കുന്നത് ഞാനാണെങ്കിൽ എനിക്കല്ലേ പേടി ഉണ്ടാവുക ഒന്നായിട്ടിരുന്ന് വായിക്കാൻ? നിങ്ങൾക്ക് എന്തേ ഒന്നായിട്ടിരുന്ന് വായിക്കാൻ എത്ര മടി? നിങ്ങൾ ചേച്ചേട്ടി പോകേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് സ്ഥലത്തിരിയാ വേണ്ട? അൽഹംദുലില്ലാ ഇവിടെ നാദാവത്തി നമ്മൾ തന്നെ തരാം. നിങ്ങൾ വാ,
നിങ്ങൾ വാ, എല്ലാവരും സഹകരിക്കും. നിങ്ങൾ വാ, ഇന്ന് വരെ പ്രസംഗിച്ച പ്രസംഗത്തിന്റെ CD വെക്കുക, എന്റെ മുമ്പ് വെക്കുക. എന്നിട്ട് ആരാ കട്ടെന്ന് ഓരോന്നോരോന്ന് തെളിയിക്കുക. കൊല്ലം എത്ര കഴിഞ്ഞാലും തീർന്നവരെ ഞാൻ റെഡി ആയി കായ്ച്ചുണ്ടെങ്കിൽ നിങ്ങളുണ്ടോ ഓരോന്നോരോ നോക്കാൻ? ഞാൻ കട്ടതായിട്ട് തെളിയിക്കണമെങ്കിൽ മൗലവി രണ്ടാമത് ജന്മം കൊണ്ടാലും കഴിയൂലട്ടോ. ഞാൻ കട്ടോ മൗലവി അർത്ഥം പറഞ്ഞ് മാറ്റിയല്ലേ? അർത്ഥം പറഞ്ഞ് മുഴുവൻ കള്ളത്തരല്ലേ നിങ്ങൾ വേറത്തിന് അർത്ഥം പറഞ്ഞത്? എന്നിട്ട് ആളുകളോട് പറയും ഞാൻ കട്ടൂന്ന്. ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുമാനെ. അതേ അവസരത്തിൽ നബിയെ, നിങ്ങളും നിങ്ങളിൽ വിശ്വസിച്ച ആളുകളുടെ സ്ഥിതി എന്താ? റസൂലുള്ളാഹിനോട് പറയുകയാണ്, വഅൻത തഅലമു വതഅമലു. നബിയെ, നിങ്ങളുടെ പ്രത്യേകത എന്താണ്? നിങ്ങൾ ഈ കാര്യം അറിയുന്നുമുണ്ട്, വതഅമലു, അതിനനുസരിച്ച് തന്നെയാണ് പ്രവൃത്തിയും. വിശ്വാസത്തിന് എതിര് നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല. നിങ്ങളുടെ പ്രത്യേകത ഏതാണ്? അവന്റെ പ്രത്യേകത എന്താ? അവര് വിശ്വസിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നില്ല എന്നല്ല, അവര് വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ അമലയിനെതിരാ, പ്രവർത്തനയിനെതിരാ. എന്നാ മുഹമ്മദ് നബിയും മുഅ്മിനീങ്ങളുമോ വിശ്വസിക്കുന്നുമുണ്ട്, അതിനനുസരിച്ച് വതഅമലു, പ്രവർത്തിക്കുന്നുമുണ്ട്. ഫകദാലികൽ മുഅ്മിനൂന ബികാ, നിങ്ങളും നിങ്ങളിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഫഖുൽ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞോളൂ. وأكثرهم لا يعقلون أن الحمد كله لله فيحمدون غير الله على نعمة هي من الله. അവരിൽ അധികം ആളുകളും മനസ്സിലാക്കുന്നില്ല എന്ത്? സർവസ്തുതിയും അള്ളാഹുവിനാണ് എന്നവർ മനസ്സിലാക്കുന്നില്ല. ഏതടിസ്ഥാനത്തിൽ? അള്ളയാണെന്ന് വിശ്വസിക്കുന്നില്ല എന്നല്ല, വിശ്വസിക്കുന്നുണ്ട്. അതോടൊപ്പം അവർ സ്തുതികൾ മുഴുവനും അർപ്പിക്കേണ്ടത് ആർക്കാ വാസ്തവത്തിൽ? ആ അള്ളാഹ്ക്ക്. പക്ഷേ അവരുടെ പ്രവൃത്തിയിൽ അവരെന്ത് ചെയ്യാണ്? ഫയഹ്മദൂന ഗൈറല്ലാഹ്, മറ്റുള്ളവരെയാണ് അവർ സ്തുതിക്കുന്നത്. അലാ നിഅമത്തിൻ, അനുഗ്രഹങ്ങളുടെ പേരിൽ. ആ നിഅമത്തോ ഹിയ മിനല്ലാഹ്, അള്ളാഹിന്റെ അടുക്കൽ നിന്ന് കിട്ടിയതാണ്. വളരെ വ്യക്തല്ലേ? ആ ഭാഗം മൂപ്പര് മൂടി വെച്ചു. ഇപ്പൊ മൂടി വെച്ചത് പാരാ? കട്ടതല്ലേ? ഇപ്പൊ തഫ്സീറിന് കട്ടതല്ലേ? ഇതാണ് കക്കുക എന്ന് പറയുന്നത്, ഇതാണ് മൂടി വെക്കുക എന്ന് പറയല്. ഞാൻ കട്ടതാണല്ലോ അത്. മൗലവി, ഞാനവിടെ ഒന്നും കട്ടിട്ടില്ലെന്ന് മാത്രല്ല, ഞാൻ അവിടെ പറഞ്ഞ ഇബാറത്തിന്റെ മേലെയുള്ളതും താഴെയുള്ളതും തമ്മിൽ ഒരു വൈരുദ്ധ്യവുമില്ലെന്ന് മാത്രമല്ല, എതിരില്ലെന്ന് മാത്രമല്ല, രണ്ടും ഒരേ ആശയമാണ്. മക്കാ മുശ്രിക്കുകൾ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടില്ല, അവർക്ക് ബോധ്യപ്പെട്ടിട്ടും വിശ്വസിച്ചിട്ടില്ല എന്നാണ് രണ്ട് സ്ഥലത്തും പറഞ്ഞത്. നിങ്ങൾ ഇപ്പം വായിച്ച ഇബാറത്തിന് വെച്ച അർത്ഥം മുഴുവനും തെറ്റാണ് മൗലവി. നിങ്ങൾ മനഃപൂർവ്വം തെറ്റർത്ഥം വെച്ചതാണ്. ധൈര്യമുണ്ടോ മുജാഹിദിന്റെ മൗലവിമാരെ മുഴുവനും ഞാൻ വിളിക്കുന്നു. ആ പരസ്യമായാലും തിരക്കുള്ള, രഹസ്യമായാലും തിരക്കേടില്ല. ഈ മൗലവി വെച്ച അർത്ഥം ശരിയാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് ആരെക്കൊണ്ടെങ്കിലും ഏതെങ്കിലും കാലത്ത് കഴിയുമോ? പച്ചക്കള്ളം എന്റെ പേരിൽ വെച്ച് കെട്ടിയതല്ലേ കട്ടു എന്ന് പറഞ്ഞിട്ട്. എന്നാൽ മറ്റേതും കൂടി ഒന്ന് കേൾപ്പിക്കുവാനേ, എന്നിട്ട് ഞാൻ എന്താ ഇവിടെ പറഞ്ഞത് എല്ലാവർക്കും അങ്ങ് പറഞ്ഞുതരാം. ഇവിടെ ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ, ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് വെള്ളം ഇറക്കി തരുന്നത് ആരാന്ന് ചോദിച്ചാൽ അവരെന്താ പറയാ? അള്ളാഹ്. അള്ളാഹ് അവർ പറയുമ്പോ നബിനോടുള്ളവരാണ് പറഞ്ഞ നബി അൽഹംദുലില്ലാഹ്. ഇതൊന്നും എന്താ ഏത് സാധാരണക്കാരനും മനസ്സിലാവുക? അവർക്ക് വിശ്വാസം ഇല്ലാന്നാ വിശ്വാസം ഉണ്ടോന്നോ? വിശ്വാസം ഉണ്ടായത് കൊണ്ടല്ലേ അൽഹംദുലില്ലാഹ് എന്ന് അള്ളാഹ് പറയാൻ പറയുന്നത്. അള്ളയാണ് എന്ന് പറയുമ്പോ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് എന്തിനാ? ആ ആയത്തിന്റെ തഫ്സീറിൽ 3 അഭിപ്രായം. 3ാമത്തെ അഭിപ്രായം പേരോട് വായിച്ചിട്ട് പറയണ്, ഇതിൽ സലഫിക്ക് ഏറ്റവും വലിയ മറുപടി ഉണ്ട്. എന്താ 3ാമത്തെ വചനം കേട്ടോളി. അന്നഹും യഖൂലൂന ഇന്നഹു മിനല്ലാഹ്. കേട്ടോ, അവർ പറയുന്നുണ്ടെന്ത്? അള്ളാഹുവിങ്കിൽ നിന്നാണ് അവർ പറയും. വയഖൂലൂന ബി ഇലാഹിയത്തി ഗൈരില്ലാഹ്. എന്നിട്ടോ ആരാധ്യനാക്കുക എന്നുള്ളതിൽ അവർ വേറുള്ളവരെയും പങ്കുചേർക്കും. അപ്പൊ അള്ളാഹു അല്ലാത്തവരും ആരാധ്യരാന്ന് പറയും ചെയ്യും. ഇത് അള്ളാഹുവിങ്കിൽ നിന്നാണ് മഴ തരുന്നത് എന്നൊക്കെ അവർ പറയും ചെയ്യും. അപ്പോഴോ ഫയദ്ഹറു തനാഖുദു കലാമിഹിം വതഹാഫുതു മദ്ഹബിഹിം. ഇപ്പൊ വൈരുദ്ധ്യം വന്നില്ലേ? വൈരുദ്ധ്യം വന്നില്ലേ എന്നാണ് ജയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ വിശ്വാസമില്ല, അവർക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലായില്ലേ? എന്താ കാരണം? അവരല്ലാന്ന് പറയുന്നുണ്ടെങ്കിലും അവർക്കത് വിശ്വാസമില്ല. കാരണം എന്താ? അവർ വേറുള്ളവരെ ആരാധ്യരാക്കുന്നില്ലേ? വേറുള്ളവരെ ആരാധ്യരാന്ന് പറഞ്ഞതുകൊണ്ട് ഇതൊക്കെ സൃഷ്ടിച്ചതും ഇറക്കിത്തന്നതും അള്ളയാണ് എന്ന വിശ്വാസം എടുക്കാൻ പോവുക? അത് പോവില്ലല്ലോ. ആ വാക്ക് അവരിൽ അവിടെ തന്നെ കിടപ്പുണ്ട്. ഇതേ റാസി അവിടെ പറഞ്ഞുള്ളൂ. കള്ളത്തരാണ്. റാസി അങ്ങനെ പറഞ്ഞിട്ടില്ല, കളവാണ്. റാസി പറയാത്തത് കളവ് പറഞ്ഞതാണ് മൗലവി. എന്നിട്ട് അർത്ഥം വെച്ചതും തെറ്റ്, പറഞ്ഞതും തെറ്റ്. എന്താ ഉള്ളത് ഞാൻ വായിച്ചു കേൾപ്പിച്ചേരാം, രണ്ടും കൂടി കേട്ടോളി. വഹുവ അന്നഹും യഅരിഫൂന ബിഅന്ന ദാലിക മിനല്ലാഹി.
ആകാശത്തിൽ നിന്ന് വെള്ളമിറക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിങ്കൽ നിന്നാണെന്ന് അവർക്ക് ബോധ്യമുണ്ട്. വയഅ്തരിഫൂന, അവർ സമ്മതിക്കുന്നുമുണ്ട്. വലാ യഅമലൂന ബിമാ യഅലമൂന, ബോധ്യമുള്ളതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നില്ല. ബോധ്യമുള്ളതനുസരിച്ച് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടതാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ് പറയേണ്ടതാണ്, അതവർ പറയുന്നില്ല. വഅൻത തഅലമു, നബിയെ തങ്ങൾക്ക് ബോധ്യമുണ്ട്. വതഅമലു, തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പറയുന്നുമുണ്ട്, അതാ അവിടുത്തെ അമലി പറയുന്നുമുണ്ട്. ഫകദാലികൽ മുഅ്മിനൂന ബിക, അതുപോലെ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചവരും ബോധ്യമുള്ളതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഫഖുൽ, അതുകൊണ്ട് പറയൂ നബിയെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഞങ്ങൾക്ക് ഈമാന് കിട്ടിയല്ലോ, ഞങ്ങൾക്ക് വിശ്വാസം കിട്ടിയല്ലോ, ഞങ്ങൾക്ക് ബോധ്യമുള്ളത് വിശ്വസിക്കാൻ കഴിഞ്ഞല്ലോ. വഅക്സറുഹും ലാ യഖിലൂൻ, ആ മുശ്രിക്കീങ്ങൾ ബഹുഭൂരിപക്ഷവും മനസ്സിലാക്കുന്നില്ല. അന്നൽ ഹംദ കുല്ലഹു ലില്ലാഹി, സർവസ്തുതിയും അല്ലാഹുവിനാണെന്ന്. ഫയഹ്മദൂന ഗൈറല്ലാഹി, അതിനാൽ അവർ അല്ലാഹയല്ലാത്തവരെ സ്തുതിച്ച് നടക്കുകയാണ്. അലാ നിയമത്തിൻ, ഏത് നിയമത്തിനാണ് അവർ അല്ലാത്തവരെ സ്തുതിക്കുന്നത്? ഹിയ മിനല്ലാഹി, ആ നിയമത്ത് കൊടുക്കുന്നവൻ അള്ളയാണ്, സ്തുതിക്കുന്നത് വേറെ ദൈവങ്ങളെയാണ് മുശ്രിക്കീങ്ങൾ. ഇതാണ് വാക്കിന്റെ അർത്ഥം. ഇത് അയാൾ മുഴുവനും അർത്ഥം പറഞ്ഞത് തെറ്റാണ്. ഇനി പിന്നുള്ള എന്താ? അസ്സാലിസു, രണ്ടാമത്തെ തഫ്സീറാണ്. മൂന്നാമത്തെ അസ്സാലിസു അയ്യക്കൂന, ഞാൻ കട്ടുവെച്ചു എന്ന് പറഞ്ഞ ഭാഗമാണ് ഇപ്പം വായിച്ച് അർത്ഥം വെച്ചത്. അസ്സാലിസു അയ്യക്കൂനൽ മുറാദു, മൂന്നാമത്തെ തഫ്സീർ അയ്യക്കൂനൽ മുറാദ്, ഈ ആയത്തിന്റെ ഉദ്ദേശം അന്നഹും യഖൂലൂന, ആ മുശ്രിക്കീങ്ങൾ പറയുന്നു, ഇന്നഹു മിനല്ലാഹി, അതാ ആകാശത്തുനിന്ന് മഴ ഇറക്കുന്നതും നിയമത്തൊക്കെ അള്ളാഹുവിങ്കിൽ നിന്നാണ്. അവർ പറയുന്നു എന്നാണ്, വിശ്വസിക്കുന്നു എന്നല്ലേ പറയുന്നു. വയഖൂലൂന ബിഇലാഹിയത്തി ഗൈരില്ലാഹി, എന്നിട്ട് അല്ലാത്തവർക്ക് ആരാധനക്ക് അർഹതയുണ്ട് എന്നവർ പറയുകയും ചെയ്യുന്നു. അപ്പൊ ഒരു ഭാഗത്ത് അവർ പറയുന്നു ഭൂമി ആകാശത്ത് വെള്ളം ഇറക്കുന്നത് അള്ളാഹ്, അതേ സമയത്ത് പറയുന്നു ലാത്ത ആരാധ്യനാണ്. ഫയദ്ഹറു തനാഖുദു കലാമിഹിം, ഫയദ്ഹറു തനാഖുദു കലാമിഹിം, അപ്പോൾ അവരുടെ വാചകങ്ങൾ തമ്മിൽ വൈരുദ്ധ്യമാണെന്ന് വ്യക്തമായി. വതഹാഫുതു മദ്ഹബിഹിം, അവരുടെ ആശയം പരസ്പര വിരുദ്ധമാണെന്ന് വ്യക്തമായി. ഫഖുൽ, അപ്പൊ പറയൂ നബിയെ, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. എതിരാളികളെ കക്ഷികളാണല്ലോ ഈ മുശ്രിക്കീങ്ങൾ. അലാ തുദ്ഹൂരി തനാഖുദിഹിം, അവരുടെ വാചകങ്ങളും ആശയങ്ങളും വൈരുദ്ധ്യമാണെന്ന് വ്യക്തമായി കഴിഞ്ഞതിന്റെ പേരിൽ അൽഹംദുലില്ലാഹ് വഅക്സറുഹും ലാ യഖിലൂൻ, പക്ഷേ ഈ മുശ്രിക്കീങ്ങളിൽ ബഹുഭൂരിപക്ഷവും മനസ്സിലാക്കുന്നില്ല. ഹാദ തനാഖുദ, ഈ വൈരുദ്ധ്യത്തെ മനസ്സിലാക്കുന്നില്ല. ഔ ഫസാദ ഹാദ തനാഖുദി, അല്ലെങ്കിൽ ഈ വൈരുദ്ധ്യത്തിന്റെ നാശം മനസ്സിലാക്കുന്നില്ല. ഇവിടെ എവിടെയാ മോശമുള്ളത്? ഇത് മുഴുവനും അർത്ഥം വെച്ച് തെറ്റല്ലേ മൗലവി? ഞാൻ ഈ അർത്ഥം വെച്ചതിന് തെറ്റുണ്ടെങ്കിൽ ആൺകുട്ടികളുടെ മൗലവിമാർ പറയട്ടെ, പേരോട് പറഞ്ഞ അർത്ഥം തെറ്റാണ്. ഈ സഹോദരന്മാര്, ഞാൻ നീട്ടുന്നില്ല, മൗലവിന്റെ 2-3 ചോദ്യത്തിന്റെ മറുപടി നിർബന്ധമായിട്ട് പറയാണ്. ഒന്ന്, അബ്ദുല്ലാന്ന് അബ്ദുൽ മുത്തലിബ് പേര് വെച്ചിട്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ പേര് വെച്ചിട്ടില്ല. അബ്ദുൽ മുത്തലിബ് മലക്കുകൾ പെൺകുട്ടികളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട്, അള്ളാഹ് ഊരാറുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട്, അള്ളാഹിന്റെ മക്കളാണ് ആ മലക്കുകൾ എന്ന് വിശ്വസിച്ചുകൊണ്ട്, അള്ളാഹുവിന് ശരീക്കുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിച്ച ആളാണ് എന്നതിന് തെളിവ് കൊണ്ടുപോവാ മൗലവി, എന്നിട്ട് പറയാ ബാക്കി. രണ്ടാമത്തത് മൗലവി എന്താ പറഞ്ഞത്? കഅബത്തിന്റെ കില്ലയും പിടിച്ചിട്ട് അബ്ദുൽ മുത്തലിബ് ദ്വാരന്നിട്ടില്ലേ? അപ്പൊ നിങ്ങളെ വാദം പൊളിഞ്ഞില്ലേ മൗലവി? നിങ്ങളെ വാദം എന്താ? നബി സല്ലല്ലാഹു നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ നരകത്തിലാ കാഫിർ, അത് നിങ്ങൾ മുമ്പ് പറയല്. അത് പൊളിഞ്ഞില്ല മൗലവി, അത് നാദാവത്തോണ്ടൊന്ന് പൊളിച്ച് മൗലവി, നിങ്ങളെ വാദം പൊളിച്ച്. എനിക്ക് കേട്ടോ മൗലവി. പിന്നെ എന്താ പറഞ്ഞത്? ആദ്യം നിങ്ങൾ അത് കൊണ്ടുവന്ന് ഹാജരാക്കണം, എന്നിട്ട് വേണം അത് പറയാൻ. ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണോ? മൗലവി പറയുന്നു, ഒന്ന് വായിക്കുന്നുണ്ട്, കിതാബിന്റെ പേരൊന്നും പറഞ്ഞില്ല, എന്നിട്ട് പറയാണ് കടലെന്ന് പ്രാർത്ഥിച്ചു, അതുകൊണ്ട് എന്തായത്? അതിനെന്താ അർത്ഥം മൗലവി വെച്ചറിയോ? അവർക്ക് അപകടങ്ങൾ ഉണ്ടായാൽ അവർ ശുദ്ധമായ തൗഹീദിലേക്ക് മടങ്ങുന്നു. അപ്പൊ പ്രാർത്ഥിച്ച ശുദ്ധമായ തൗഹീദാവോ മൗലവി? എന്നാ പിന്നെ ഒരു അബൂജഹലും അവൻ എന്റെ മകന് ഇക്കിരിമത്ത് വന്നിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചു. അപ്പൊ നബി എന്താ പറഞ്ഞത്? ഇങ്ങനെ ഇസ്ലാം മതം സ്വീകരിക്കേണ്ടത്, തൗഹീദ് സ്വീകരിക്കാൻ ശിർക്കെന്ന് വരുമ്പോ എന്താ വേണ്ടത്? ഒറ്റ പ്രാർത്ഥന. അല്ല ശിർക്കെന്ന് തൗഹീദിലെത്തുവോ? ലാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയാത്ത ആള് ശുദ്ധമായ തൗഹീദായി എന്ന് പറഞ്ഞാൽ അത് എവിടുന്ന് പഠിച്ച മതമാവും മൗലവി?
ഇനി മൗലവി എന്താ പറഞ്ഞത്? മൗലവി പറഞ്ഞ് ആശൂറ നോമ്പെടുത്തിട്ടില്ലേ? അബൂജഹൽ ആശൂറ നോമ്പെടുത്തിനോലോ. ആശൂറ നോമ്പെടുത്തിന്റെ മൂർച്ചിട്ടും ഉണ്ടാവും. ആശൂറ നോമ്പെടുത്താൽ അള്ളാഹുവിന് വിശ്വാസമാവോ? ആശൂറ നോമ്പെടുത്താൽ അള്ളാഹുവിന് വിശ്വാസ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ അള്ളാഹുവിന്റെ വിശ്വാസം തന്നെ ആശൂറ നോമ്പെടുക്കലാണ്? എന്താണ് മൗലവി പറഞ്ഞത്? പിന്നെ മൗലവി എന്താ പറഞ്ഞോ? അള്ളാഹ്ന്ന് വിളിച്ചിട്ടില്ലേ? അള്ളാഹ്ന്ന് വിളിച്ചാൽ അള്ളാഹ്ന്ന് വിളിച്ചാൽ ഈമാനാണ്, അള്ളാഹുവിന് വിശ്വാസാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ? പിന്നെ മൂപ്പർ എന്താ പറഞ്ഞോ? പേരോട് എന്റെ പ്രസംഗം കേട്ട് പഠിക്കാണ്. അതിന് മൂപ്പർ എന്താ തെളിവ് പറഞ്ഞു തരുമോ? മൂപ്പര് ഇവിടുന്ന് പ്രസംഗത്തിൽ ഒരിക്കലും ഒരു തെറ്റ് പറഞ്ഞു. ഞാൻ പല തെറ്റും പിടിക്കലില്ല. ഇവിടുന്ന് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞതിൽ തെറ്റ് വായിച്ചിട്ടുണ്ട്. അയാൾ പറഞ്ഞതിൽ ഞാൻ അതൊന്നും പിടിക്കാൻ പോയിട്ടില്ല. എന്താണ് തെറ്റ് പിടിക്കുന്നത്? തെറ്റ് പിടിക്കാനേ നേരണ്ടാവുള്ളൂ, പിന്നെ ഒന്നും നേരണ്ടാവില്ല, തീർത്തും തെറ്റ. എന്നാൽ മൂപ്പർ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ ഹദീസ് വായിച്ചിട്ട് തെറ്റി. എന്താ വായിച്ചത്? താടി. അത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. താടിയെ പറ്റി ഉഫു എന്ന് വായിച്ചു. അഫു എന്നുള്ള സ്ഥലത്തെ ഉഫു എന്ന് വായിച്ചു. മൗലവി ഉഫുല്ലിഹ എന്ന് പറഞ്ഞാൽ താടി വളർത്തണമെന്നല്ല, താടിക്ക് വിട്ടുവീഴ്ച ചെയ്യണോന്ന് അതിന്റെ അർത്ഥം. കേട്ടോ? താടിക്ക് അവിടെ ഒരു അന്നും കൂടി വേണോ, എന്നാലേ ഈ അർത്ഥം കിട്ടുള്ളൂ. അതിന് മൗലവിക്ക് എന്ത് അന്ന് എന്ത് മീന്. എന്നിട്ട് ഇരിക്കട്ടെ, അഫു എന്നുള്ള സ്ഥലത്ത് ഉഫു എന്ന് വായിച്ചു. എന്നിട്ട് മൗലവി യാതൊരു മടിയുമില്ലാണ്ട് ചേച്ചേട്ടികളോട് പറയുന്നത്, എന്റേത് കേട്ടിട്ട് പേരോട് പഠിച്ചിട്ട് കക്കാടിനെതിരെ പ്രസംഗിക്കുന്നു, എന്റെ ക്ലിപ്പ് വെക്കുന്നു. എന്റെ മൂപ്പൻ ഈ വാചകം എവിടുന്ന് പഠിച്ചതാ? എന്റെ പ്രസംഗത്തിൽ നിന്ന് പഠിച്ചതല്ലേ? മൗലവി, ഞാൻ അന്ന് അവിടെ കക്കാടിനെതിരെ പ്രസംഗിക്കുമ്പോൾ വായിച്ചത് അഫൂന, നിങ്ങൾ വായിച്ച ഊഫൂന. ഊഫൂന്ന് കേട്ടിട്ട് അഫൂന്ന് പഠിച്ചിട്ടാ ഞാൻ. എങ്ങനെ? ഞാൻ അഫൂന വായിച്ചത്, നിങ്ങൾ വായിച്ച ഊഫൂന. ഊഫൂന്നെ തെറ്റാ. അപ്പൊ ഊഫ് കേട്ടിട്ട് ഞാൻ ആഫു പഠിച്ചെന്ന് ഞങ്ങൾ പറഞ്ഞത്. എന്തൊരു സാധനാണ് ഇത്, എനിക്ക് മനസ്സിലാക്കും. എന്നിട്ടേ മൂപ്പര് അത് പറയാൻ നിങ്ങളൊന്ന് കേട്ടോളി. എന്താ ഇതൊരു കോലം ഒന്ന് വെച്ചു കൊടുത്താൽ മൂപ്പര് ഊഫു എന്ന് വായിക്കുന്ന ആദ്യം ഒന്ന് വെക്ക്. ധാരാളം ഹദീസുകളിലുള്ള ഒരു കാര്യമല്ലേ, നിങ്ങൾ താടി വളരാൻ വിടണം. നിങ്ങൾ താടിയെ വിടണം. അങ്ങനെ താടി വളർത്താൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോ അപ്പൊ ഉൾഫു എന്നാണ് മൂപ്പര് വായിച്ചത്. ഇനി ഞാൻ എന്താ വായിക്കുന്നത് നോക്കിക്കോളി. ഉൾഫൂന്ന് കേട്ടിട്ട് അഫൂന്ന് പഠിച്ചോ ഞാൻ? കാരണം ഉൾഫൂന്ന് വായിച്ച തെറ്റാ മൗലവി. അഫൂന്നാ വായിക്കേണ്ടത്. അറബി അറിയില്ല നിങ്ങൾക്ക്, അതിന് നമ്മളല്ല ഉത്തരവാദി. എന്നിട്ട് മൗലവി പറഞ്ഞു ഈ വാചകം എവിടുന്ന് കിട്ടി, എവിടുന്ന് പഠിച്ചു, അതാ മാറ്റോ. അത് ചോദിച്ചാ ഈ വാചകം എവിടുന്ന് കിട്ടിയ, എവിടുന്നേര് പഠിച്ചു, അതാ മാറ്റം എന്ന് പറയുന്നത്. കേട്ടോ എന്റെ മൗലവി, ഇനി നിങ്ങൾക്ക് കേൾക്കണം. മൂപ്പരനോട് ചോദിക്കുന്നത് റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന, റബ്ബന എന്നുള്ളത് മാറ്റിയിട്ട് വേറൊരു വാചകമാക്കി തരുമോ പേരോടെ? എനിക്ക് ഖുർആൻ മാറ്റാൻ പറ്റുമോ? മൗലവിയുടെ ചോദ്യമാണ്. പിന്നെന്താ മൗലവി പറഞ്ഞറിയോ? മൗലവി പറയുന്നത് പേരോട് ഖുർആന്റെ ശത്രുവാണ്. മൗലവിക്ക് എന്താ പറഞ്ഞുകൂടാത്ത്? പിന്നെ മൗലവി ഒരു ഭയങ്കര ചോദ്യം എന്നോട്, ജീവിച്ചിരിക്കുന്ന കൃഷ്ണനോട് സഹായം ചോദിക്കാവോ? മൗലവിന്റെ ചോദ്യമാണ്. ഇവിടെ കേട്ടിട്ട് ചോദിച്ചാണ്, ജീവിച്ചിരിക്കുന്ന കൃഷ്ണനോട് സഹായം ചോദിക്കാവോ? മൗലവി, ഞങ്ങൾ അമ്പിയാക്കളെയും ഔലിയാക്കളെയും വിളിക്കുന്നത് മുഅ്ജിസത്തും കറാമത്തും ഉണ്ട് എന്നുള്ള നിലക്ക. ആ വിശ്വാസപ്രകാരം ജീവിച്ചിരിക്കുന്ന കൃഷ്ണനെയും വിളിച്ചുകൂടാ, മരിച്ച കൃഷ്ണനെയും വിളിച്ചുകൂടാ. കേട്ടോ? പിന്നെ കൃഷ്ണൻ നമ്മളെ പണിയൊക്കെ എടുക്കും എന്നുള്ള നിലക്ക് ജീവിച്ചിരിക്കുന്ന കാലത്ത് ക്ഷണിക്കും, നമ്മൾ വിളിക്കോ. പിന്നെയോ മരിച്ചാലോ, മരിച്ചാ കൃഷ്ണൻ പണിക്ക് പോകാത്തോണ്ട് വിളിക്കലുമില്ല. കേട്ടോ? മറുപടി കിട്ടിയില്ലേ? ഇനി മൗലവിന്റെ ഭയങ്കര ചാലത്തര പോലത്തെ ചോദ്യമല്ലേ, ചോദ്യത്തിന് മറുപടി ചെയ്യാൻ കഴിയൂലല്ലേ നമ്മക്ക്, കാരണം മൗലവിയല്ലേ ചോദിക്കുന്നത്. പിന്നെ മൗലവിന്റെ ചോദ്യം എന്നറിയോ? അടുത്തതിന് പറയുന്നൊക്കെ പറഞ്ഞ എന്നെ വെല്ലുവിളിക്കുന്നുണ്ട്. അങ്ങനെ കൃഷ്ണനോട് ചോദിക്കാമോ, അടുത്ത വരവിന് പറയുന്നൊക്കെ പറയുന്നുണ്ട് മൂപ്പര്. എന്ത് മൗലവി പറയുന്നു പറഞ്ഞാൽ സംഗതി നടക്കുവോ? പിന്നെ മൂപ്പര് ദാറുന്നൈമിൽ ഇടം തരണേ എന്ന് പറഞ്ഞു. ശിർക്കാണ്. മൗലവി, മുസ്ലിമിന്റെ ഹദീസ് നോക്ക്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ സഹായം ചോദിക്കുക, സ്വർഗ്ഗത്തിൽ തങ്ങളെ കൂടെ താമസിക്കാൻ ഇടം തരണേ. നബിയോടാ ചോദിച്ച്. മുസ്ലിമിന്റെ ഹദീസും ആരോടായി മുസ്ലിം പറയുന്നത്? പിന്നെ മൂപ്പര് പറഞ്ഞ വലിയ സംഗതി എന്താ? ഒരു കാസിമീന്റെ ക്ലിപ്പ് വെക്കുന്നുണ്ട്. കാസിമീന്റെ ക്ലിപ്പിൽ എന്താ ഉള്ളത്? കാസിമീന്റെ ക്ലിപ്പിൽ ഒരു ചെറിയ കുട്ടീന്റെ ശരീരത്തിൽ നബി ഇറങ്ങിയെന്ന് വിശ്വസിക്കുന്നതിനെതിരായിട്ട്. അത് എന്റെ വേദന ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യന്മാരുടെ ശരീരത്തിൽ നബി ഇറങ്ങിയെന്നൊന്നും പറഞ്ഞ് നടക്കണ്ടെന്ന് ഞാൻ ഇപ്പം ഒരാഴ്ച മുമ്പ് പറഞ്ഞ പ്രസംഗത്തിൽ കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ മൂപ്പർ എന്താ പറഞ്ഞറിയോ? മൂപ്പർ ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞത് തീർക്കുകയാണ്. പിന്നെ എന്താ മൂപ്പർ പറഞ്ഞറിയോ? പറഞ്ഞത് ഏർവാടിയിൽ തീ പിടിച്ചു. അതുപോലെ തന്നെ
മഞ്ഞക്കുളത്ത് മഖബറയിലെ പെട്ടിന്ന് പൈസ ഇട്ടുണ്ട്. അതെന്തേ അവിടുത്തെ ശൈഖന്മാരെന്തേ നോക്കാഞ്ഞ്, കബറിൽ കിടക്കുന്നവരെന്തേ നോക്കാഞ്ഞ് കക്കുമ്പോൾ അതിന് വേറൊരു മൗലവിന്റെ മൊഴിയാര മറുപടി എന്താ അറിയോ? അതിന്റെ മിനയിൽ തീ പിടിക്കുമ്പോ അള്ള കണ്ടിട്ടില്ല അതിനോ. നിങ്ങൾ പറയുന്നുണ്ടല്ലോ അള്ള കണ്ടിട്ടില്ല അതിനോ. അതിന്റെ മൗലവിന്റെ മറുപടി അറിയോ? അള്ളാഹ്ക്ക് ഇഷ്ടം പോലെ ചെയ്യാം. കബർ കിടക്കുന്ന ആള് മുക്കല്ലഫല്ലേ, അതുകൊണ്ട് മുക്കല്ലഫായ ശൈഖ് നിർബന്ധമായിട്ടും തീ പിടിക്കുമ്പോൾ തടുക്കണ്ടല്ലേ. മൗലവി കബറിന് കിടക്കുന്ന ആള് മുക്കല്ലഫാ, മരിച്ചാ മുക്കല്ലഫാ? എവിടുന്നായി മതം പഠിച്ചത്? കബർ കിടക്കുന്ന ആൾ മുക്കല്ലഫാ, മരിച്ചാലും പിന്നെ മുക്കല്ലഫാണെന്നോ? നല്ല കോലായി. ഞാൻ മരിച്ചാ മൗലവി നിസ്കരിക്കുമ്പോൾ ഒന്നും എടുക്കല എവിടുന്ന? മുക്കല്ലഫിന് നിർബന്ധമായ സംഗതി നിസ്കാരം. ഒരു ചെറിയ 2ാം ക്ലാസ്സിലെങ്കിലും പഠിച്ചില്ലല്ലേ മൗലവി? മരിച്ചാ മുക്കല്ലഫാണെന്നോ? ഇവിടെ വന്ന് പ്രസംഗിച്ച വിവരക്കേടാ ഞാൻ പറയുന്നൊക്കെ. മൗലവി പ്രസംഗിച്ച വിവരക്കേട്. പിന്നെ മൂപ്പരെന്താ പറഞ്ഞറിയോ? ഇവരറിഞ്ഞ് എന്താ ധിക്കാരം ഈ ഗ്യാസം മുസ്ലിയാരോട് ഒരു സ്ഥലത്ത് ചോദിച്ചു, മൗലവിമാര് മൊഹീദ്ദീൻ ശൈഖ് കറാമത്തുണ്ടെങ്കിൽ ഇപ്പൊ സ്റ്റേജ് പൊളിഞ്ഞു പോകട്ടെ എന്നോ മൗലവി പറഞ്ഞത്. ചേകനൂരാ ഈ ഗ്യാസം മുസ്ലിയാര് പറഞ്ഞു അള്ളണ്ട് എന്ന് ചേകനൂർ മൗലവിയും പറയുന്നില്ലേ? എന്നാ അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ ഇപ്പൊ പൊളിഞ്ഞു പോകട്ടെ സ്റ്റേജ് തന്നെ. രണ്ടും പറഞ്ഞിട്ട് വീഴുന്നില്ല. അപ്പൊ ഈ ഗ്യാസം മുസ്ലിയാര് ചോദിച്ചു, ചേകനൂരേ പള്ളയില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ചേകനൂര് പറച്ചി. ഇത് ഒരു മുസ്ലിയാർ പ്രസംഗത്തിൽ പറയും. അത് മൂപ്പർ ഇവിടെ കൊണ്ടുവച്ച് ക്ലിപ്പ് വെക്കാണ് കേസ് വെട്ടിയിൽ. ഇത് പറയാം ധിക്കാരാണ് പറഞ്ഞു അള്ളാഹിനെ പറ്റി. മൗലവി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സൂര്യനെയും ചന്ദ്രനെയും ചൂണ്ടിയിട്ട് ഹാലാ റബ്ബി എന്ന് പറഞ്ഞു. ധിക്കാരാണോ? എന്താ ഇതിന്റെ അർത്ഥം? ഹാലാ റബ്ബി എന്ന് ഞാൻ പറയുന്നു, റബ്ബല്ലാന്ന് നിങ്ങൾക്ക് തെളിയിച്ചു തരാൻ വേണ്ടി. ഹാലാ റബ്ബി എന്ന് പറയുമ്പോൾ ധിക്കാരാവൂല. അതുപോലെ ചേകനൂരിനെ പോലത്തെ ഹുസൈൻ സലഫിനെ പോലത്തെ ഒരു സംഗതി അറിഞ്ഞുകൂടാത്ത ഒരു ചൂക്കും തിരിയാത്ത മൗലവിമാർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി അത്തരം വാചകം പറയുന്നതിന് അതിനാ ഇബ്രാഹിം നബി വേണ്ടി എന്നെ പറഞ്ഞത്. അതിനാൽ ഖുർആൻ അള്ളാഹ് ഉദ്ധരിച്ചതും. പിന്നെ മൗലവിന്റെ ചോദ്യം, ഒരു പാട്ട് പാടുന്നുണ്ട് മൗലവി. പാട്ട് പാടിയിട്ട് ഒറ്റ വാക്കി പറഞ്ഞു തീർക്കാൻ. പാട്ട് പാടിയിട്ട് മൗലവി ചോദിക്കുന്നത്, ഈ പാട്ട് ഇസ്ലാമിനെതിരാന്ന് പേരോട് പറയോ? ആ പാട്ട് ഇസ്ലാമിനെതിരാന്ന് പേരോട് പറയൂ. മൂപ്പര് പാടുന്ന പാട്ടിനെ പറ്റിയും പറയലല്ലേ എനിക്ക് പണി. മൂപ്പരിങ്ങനെ പാട്ട് പാടുക, ഞാനിങ്ങനെ പറയാ. മൂപ്പർക്ക് അതല്ലേ എനിക്ക് പണി. മൗലവി ഏത് പാട്ട് പാടിയാലും ഇന്ന കിതാബിൽ ഇന്നയാള് പാടിയത് എന്ന് പറ, എന്നിട്ട് നമുക്ക് കിതാബ് നോക്കിയിട്ട് പറയാം കേട്ടോ. നിഴലിന് വെടിവെക്കാനാ ഞാൻ നിങ്ങളെ പോലെയാ ഞാൻ പറയുന്നത് ഹക്കായിരിക്കണ്ടേ? നിങ്ങൾക്ക് കള്ളത്തരം പറഞ്ഞാൽ സമ്മാനം കിട്ടും, എനിക്ക് അത് പറ്റൂല കേട്ടോ. പിന്നെന്താ മൗലവി പറഞ്ഞത്? പിന്നെ മൗലവി വേറൊരു ക്ലിപ്പ്, എന്താ സജറിന് വേണ്ടി മുബത്തദീന്റെ മയ്യിത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് ഒരു കൂട്ടർ. പിന്നെ മറ്റേ കൂട്ടരും അങ്ങനെ തന്നെ. മറ്റേ കൂട്ടർ പറഞ്ഞോ അങ്ങനെ തന്നെ മയ്യിത്ത് മുബത്തദീ മരിച്ചാല് ഒരു മുജാഹിദ് മരിച്ചാല് ഒരു മുജാഹിദ് മയ്യിത്ത് നിസ്കരിക്കാതെ കൊണ്ടുപോയി കൂച്ചിടുന്ന പശുവിനെ പോലെ ആരോ പറഞ്ഞോ? ആരും പറഞ്ഞില്ല. എത്ര മുജാഹിദ് ഉണ്ടാവും മയ്യിത്ത് നിസ്കരിക്കാൻ? നമ്മൾ അതിന് പോണോ? അവരെ നിസ്കരിച്ചോട്ടെ, കൊണ്ടുപോയിട്ടു മറുപാട് ചെയ്തോട്ടെ എന്നല്ലാതെ നമ്മൾ പറഞ്ഞോ ഫർദീഫായ വീടുന്നവർക്ക് മയ്യിത്ത് നിസ്കരിക്കണ്ട. എന്നിട്ട് അങ്ങനെ ഒരു ക്ലിപ്പ്, വേറൊരു ക്ലിപ്പ്, പിന്നൊരു ക്ലിപ്പ്. എന്താ പിന്നൊരു ക്ലിപ്പ്? ഞങ്ങൾ സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ ശാഖാപരമായ മസലകളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അതിന് പൂച്ചക്കെന്താ പൊന്നൂക്കുന്നെടുത്ത് നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഇതിന്റെ തൂക്കോ പൊന്നു തിരിയോ മുക്ക് തിരിയോ? ഞങ്ങളെ ആയാലും നിങ്ങളുടെ ഇടയിൽ, അതായത് സുന്നത്തി ജമാഅത്തിന്റെ ആയാലും നിങ്ങളുടെ പല ചർച്ച ഉണ്ടാവും. നിങ്ങൾ ഇതിനെ നോക്കുന്നത് പൂച്ചക്കെന്താ പൊന്നൂക്കുന്നെടുത്ത്. പിന്നെ മൂപ്പരെന്താ പറഞ്ഞറിയോ? പേരോട് ഏതായാലും നന്നാവും എനിക്ക് പ്രതീക്ഷ ഉണ്ട്. മനസ്സിലായോ? മുമ്പ് അയാൾ ഇവിടുന്ന് എന്തേലും പറഞ്ഞ് ഇയാൾ എന്തായാലും നന്നാവൂല. അപ്പൊ ഏതായാലും ഇപ്പൊ ആര് നന്നായിട്ടുണ്ട്? എനിക്ക് ഉറപ്പ് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെന്താ മൂപ്പര് പറഞ്ഞറിയോ? മൂപ്പര് പറഞ്ഞ് അള്ള ചിരിക്കൂൻ. ഇവിടെ വന്ന് പ്രസംഗിച്ച അള്ള ചിരിക്കൂൻ. പിന്നെന്താ മൂപ്പര് പറഞ്ഞറിയോ? മൂപ്പര് പറഞ്ഞത് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുണ്യത്തിൽ അവര് പറയും പോലെ അള്ള കയറും ഇറങ്ങും, വലത്ത് 2 കൈയുണ്ട് ഇടത്ത് കൈയില്ല, അള്ള അങ്ങനെ പായും, തണ്ടങ്കാലുണ്ട്, ചിരിക്കും എന്നൊക്കെ മുഹീദ്ദീൻ ശൈഖിന്റെ പുണ്യത്തിലുണ്ട് പോലും. അള്ള സിംഹാസനത്തിന് പോലെ ഇരിക്കാന്നുണ്ട് പോലും. മൗലവി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതിന്റെ മറുപടി പറഞ്ഞില്ലേ? ഫതാവൽ ഹദീസിൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? അത് മുഹീദ്ദീൻ ശൈഖിന്റെ പുണ്യത്തിൽ ഏതോ കപടന്മാർ അതാ കൂട്ടിച്ചേർത്തതാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? അതിന് മൗലവിന്റെ മറുപടി എന്താ അറിയോ? ഈ ഉന്നത്ത് ഞങ്ങൾ സുന്നിയുടെ ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങിയതാണ്. മൗലവിയുടെ മറുപടിയാ, സുന്നിയുടെ ബുക്ക് സ്റ്റാൾ, നെല്ലിക്കുത്ത് ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങിയതാണ്. മൗലവി ആ ഉന്നത്തിലുള്ള സംഗതി കൂട്ടിച്ചേർത്തതാണ് എന്ന് പറയുന്നേ ഫതാവൽ ഹദീസിയ ഞങ്ങൾ മുജാഹിദിന്റെ ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങിയതാണ്. ശരി, മറുപടി ചുരുക്കി അങ്ങ് പറയാണ്. പിന്നെന്താ മൗലവി പറഞ്ഞത്? പിന്നെ മൗലവി പറഞ്ഞത്
കിൽത്തായദൈഹി യമീനുൻ എന്നതിന്റെ അർത്ഥം പേരോടൊന്ന് പറഞ്ഞു തരുമോ? ഞാൻ അതേ മൗലവി എന്നെ പറയുന്നുണ്ട് പേരോട് പറയുന്നത് അർത്ഥം പറയാൻ പാടില്ല എന്നാണ്. ആ മൗലവി എന്നോട് അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരുമോ? ഈ മൗലവിനെ എവിടെയാ കൊണ്ടുകൊണ്ട് നിങ്ങൾ തീരുമാനിച്ചോളി. പിന്നെ മൂപ്പരത് അശ്അരിയാക്കളൊക്കെ പേച്ചവരാണ് ഗുന്യത്തിലുണ്ട്. മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞല്ലോ എന്ത് അശ്അരിയാക്കളൊക്കെ ഗസാലി ഇമാമും നവവി ഇമാമും ഒക്കെ പേച്ചാളാണെന്ന് ഗുന്യത്തിലുണ്ട് പോൽ. അശ്ശരിയാക്കള് പിഴച്ച കക്ഷികളല്ലേ? അശ്ശരിയാക്കള് പിഴച്ച കക്ഷികളല്ലേ? അതാണടോ ഏതോ കള്ളന്മാരെ എഴുതി വെച്ചതാണ് എന്ന് പറഞ്ഞത്. അല്ലാതെ ഗുന്യത്തിൽ മുഹീദ്ദീൻ ശൈഖ് പറയാ അശ്അരിയാക്കളൊക്കെ പേച്ചവരാണ്. മൗലവി ആ ഗുന്യത്തിൽ കൂട്ടിച്ചേർത്ത വാചകം നിങ്ങൾക്കറിയോ എന്താണ്? നിങ്ങൾ അറിയോ എന്താ അതിലുള്ളത്? അത് അല്ലാഹു ഇസ്തവ അലൽ അർശി എന്നതിന് ഇർത്തഫ എന്നോ അല എന്നോ തഫ്സീർ പറഞ്ഞാൽ ആ പറയുന്ന തഫ്സീർ അശ്അരിയാക്കളതാണ്, അത് പേച്ചതാണ് അതിലുള്ളത്. എന്നാൽ ആ തഫ്സീർ എവിടെയാ ഉള്ളതെന്ന് മൗലവിക്കറിയോ? അത് ബുഖാരിയിലാ ഉള്ളത്. അപ്പൊ ബുഖാരി പിഴച്ചതാണ് എന്ന് ഗുന്യത്തിലുണ്ട് എന്ന് ഞങ്ങളിപ്പോ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ മുഹീദ്ദീൻ ശൈഖ് പറയോ ബുഖാരി പേച്ചലാണ്? മൗലവി കിതാബൊന്നും പഠിക്കാതെ അള്ളാനെ കസേരമേൽ ഇരുത്താന്ന് വിചാരിച്ചിട്ട് അള്ളാഹ്ക്ക് കയ്യുങ്കാലുണ്ട് എന്ന് പറഞ്ഞിട്ട് നടന്നാ പോരാ, കിതാബ് ഓതി പഠിക്കണം. ഞാന് ഗണ്ണന പ്രസംഗം തുടങ്ങുന്നേ ഉള്ളൂ. സമയം പോയോ? ഞാൻ ഗണ്ണന പ്രസംഗം തുടങ്ങുന്നേ ഉള്ളൂ. ഗണ്ണന പ്രസംഗം അതാ പറഞ്ഞു നിങ്ങളെ പിടിച്ച് ഇവിടെ ശരിക്ക് കെട്ടിയിട്ട് ഓരോന്നും ഞാൻ പറയുന്ന മറുപടി ബുഖാരിയിലുള്ള തഫ്സീർ പിഴച്ചതാണ്, അശ്അരിയാക്കളതാണ് എന്നല്ലേ നിങ്ങൾ വായിച്ച ഗുന്യത്തിലുള്ളത്? അത് കടത്തിക്കൂട്ടിയതാണ് എന്നല്ലേ ഇബ്നു ഹജർ പറഞ്ഞത്? മൗലവിന്റെ ചോദ്യം എന്നാ പിന്നെ ഒരു ഒറിജിനൽ ഗുന്യത്ത് കൊണ്ടുത്തരുവോ? ഇതില്ലാത്ത ഗുന്യത്ത് കൊണ്ടുത്തരുവോ? മൗലവി ആരാ ഗുന്യത്ത് തെളിവിന് ഇവിടെ കൊണ്ടുവന്നത്? ഞാനോ നിങ്ങളോ? നിങ്ങളല്ലേ കൊണ്ടുവന്നേ? ഇത് എന്നോടാ ഒറിജിനൽ ചോദിക്കുന്നേ? എങ്ങനെ ഒരാള് ഒരാധാരം കൊണ്ടുവന്ന് കൊടുത്തു കോടതിയിൽ, ആധാരത്തിന്റെ ഫോട്ടോ കോപ്പി കൊണ്ടപ്പോൾ കോടതി ജഡ്ജി പറഞ്ഞ് ഈ ഫോട്ടോ കോപ്പിയിൽ എന്തോ കൂട്ടിച്ചേർത്തിന്. ഇപ്പുറത്തെ വക്കീൽ പറഞ്ഞ് ഫോട്ടോ കോപ്പിയിൽ എന്തോ ചേർത്തിട്ടുണ്ട് സാർ, അതുകൊണ്ട് ഇതിന്റെ ഒറിജിനൽ കാണണം ഇപ്പുറത്തെ വക്കീൽ. അപ്പൊ അപ്പുറത്തെ മൗലവി പറയുന്നേ എന്നാ ഒറിജിനൽ നിങ്ങൾ കൊണ്ടീരി. ആര് ഒറിജിനൽ ആധാർ ആരാ കൊണ്ടുവരണ്ടേ? ഇപ്പുറത്തെ ആള് ഹാജരാക്കിയ ആളല്ല മൗലവി. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ എന്താ? മുഹീദ്ദീൻ ശൈഖിന്റെ കൈകൊണ്ട് എഴുതിയത്. കൊണ്ടുവാ മൗലവി, ഏതെങ്കിലും ഒരു മൗലവിമാരെ കൊണ്ടുവാ. മുഹീദ്ദീൻ ശൈഖിന്റെ കൈ കൊണ്ട് എഴുതിയ ഒരു ഗുന്യത്ത് കൊണ്ടുവാ മൗലവിമാരെ. തോന്നിയാസം പറയേ മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ. ഇനി കേട്ടോ, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആ ഗുന്യത്തിൽ തിരിമറി നടത്തിയിട്ടുണ്ട്, കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇബ്നു ഹജർ ഹൈതമി എന്നൊക്കെ പറഞ്ഞ ആരാ നിങ്ങൾ വിചാരിച്ചത്? അവർ കിതാബ് അങ്ങനെ തന്നെ കാണാപ്പാടാക്കുന്ന മഹാന്മാരാ. ഞങ്ങളെ മിൻഹാജിന്റെ തുടക്കം കണ്ടിരുന്നു നിങ്ങൾ എന്തായാലും പറഞ്ഞത് ഞാനിത് കാണാപ്പാടാക്കാൻ വേണ്ടിയാ ചുരുക്കിയത്. ഏത് മിൻഹാജ് നവവി ഇമാമേ? അപ്പൊ ഞങ്ങളെ ഇമാമിങ്ങൾ കിതാബ് തീർത്തും കാണാപ്പാടാക്കലാ. ആ കാണാപ്പാടുള്ള ഇബ്നു ഹജറാ പറയുന്നത് ഇപ്പൊ നിലവിലുള്ള ഗുന്യത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പൊ കൂട്ടിച്ചേർത്ത് അവർക്കറിയാം, അറിയുന്ന ഇമാമിങ്ങളാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഒറിജിനൽ ഞാനല്ല കൊണ്ടുവരണ്ട, നിങ്ങൾ അത് ഹാജരാക്കണ്ടി. നിങ്ങൾ കൊണ്ടുപോവാ മുഹീദ്ദീൻ ശൈഖിന്റെ കയ്യക്ഷരത്തിലുള്ള ഒരു ഗുന്യത്ത് കൊണ്ടുപോവാ. ഞാൻ ലോകത്തിലുള്ള മുഴുവൻ ആളെയും വെല്ലുവിളിക്കുന്നു. എന്റെ രണ്ടാമത്തെ ഒരു വെല്ലുവിളി തൗറാത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നാണ് നമ്മളെ ഖുർആനിലൊക്കെ ഉള്ളത്, ഹദീസിലുള്ളത്. ഇനി അപ്പുറത്തുനിന്ന് യഹൂദികളൊരു വെല്ലുവിളി മുസ്ലിമീങ്ങളോട്, അതുപോലെ തന്നെ ക്രിസ്ത്യാനി നസ്രാനികളൊരു വെല്ലുവിളി. എന്നാ ഒറിജിനൽ തൗറാത്ത് കൊണ്ടുവരൂ മുസ്ലിമീങ്ങളെ. മൗലവി നിങ്ങൾ കൊണ്ടുവരുമോ ഒറിജിനൽ തൗറാത്ത്? കൊണ്ടുവരുമോ മൗലവി ഒറിജിനൽ ഇഞ്ചീല്? അതുകൊണ്ട് ഇപ്പൊ കാണുന്ന ഇഞ്ചിയിലും തൗറാത്തൊക്കെ ശരിയാണ് എന്നാണോ? പറ മൗലൈമാരെ പറ. നിങ്ങൾ ചങ്ങര കുളത്തിൽ, നിങ്ങൾ എല്ലാ കുളത്തിലും ഞങ്ങൾ വെച്ച് മുക്കിത്തരാ കേട്ടോ. ഓരോന്നും പറ മറുപടി. പിന്നെന്താ നിങ്ങൾ പറഞ്ഞത്? ഒറിജിനൽ ഞങ്ങൾ ഹാജരാക്കേണ്ടത്, നിങ്ങൾ കൊണ്ടുവന്ന കുഞ്ഞത്തിന് ഒറിജിനൽ ഞങ്ങൾ ഹാജരാക്കേണ്ടത്? ഞങ്ങളെ ഇമാമിങ്ങൾ അത് മുഴുവൻ മനപ്പാടുള്ളവരല്ലേ, അവരല്ലേ എഴുതി വെച്ചത്, അതിൽ കടത്തിക്കൂട്ടിയതാണ് ഇപ്പൊ രംഗത്തുള്ളത്. ഒറിജിനൽ കൊണ്ടുവാ. പിന്നെ മൂപ്പര് ചോദിക്കുക, അപ്പൊ നിങ്ങൾ തട്ടിപ്പൻ കുഞ്ഞിയാണോ വിൽക്കുന്നത്? മൗലവി നിങ്ങൾ തട്ടിപ്പൻ ഫതാവൽ ഹദീസാണോ വിൽക്കുന്നത്? മൗലവി ബുഖാരിയിൽ ലൈഫ് ഉണ്ട് എന്ന് സുല്ലമി, ബുഖാരിയിൽ പലതും സ്വീകരിക്കാൻ പറ്റാത്തതുണ്ട് എന്ന് സക്കരിയ സലാഹി. ആ ബുഖാരി നിങ്ങൾ വിൽക്കുന്നില്ലേ മൗലവി? നിങ്ങളെ കണക്കിന് ബുഖാരി തന്നെ വിൽക്കാൻ പറ്റുമോ? പറ മൗലവിമാരെ മറുപടി. ഞാനിവിടെ പറഞ്ഞു കേൾപ്പിച്ചിട്ടില്ലേ അത് ബുഖാരിനെ പറ്റി നിങ്ങൾ പറഞ്ഞത്? പറയൂ മൗലവിമാരെ മറുപടി. സുബ്ഹാനല്ലാഹ്. എന്നാ മൗലവിന്റെ അവസാനത്തെ മറുപടി എന്താണെന്നറിയോ? അവസാനത്തെ മറുപടി അള്ളാഹിനെ പറ്റി ഞങ്ങൾ എന്തും പറയൂ.
അതിന് മൗലവി വേറെ എന്തറിയോ, നമ്മെപ്പോലെ എന്ന് പറയാണ്ടിരുന്നാ മതി. എന്നിട്ട് എന്റെ പേരിലൊരു കളവും നമ്മെപ്പോലെ എന്ന് പറഞ്ഞു എന്ന് പേരോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ നമ്മെപ്പോലെ എന്ന് പറഞ്ഞു ഉണ്ടെങ്കിലേ കേൾപ്പിക്കും. ഇനി ഞാൻ ഒറ്റ ക്ലിപ്പും കൂടി വെച്ചിട്ട് ഞാൻ പ്രസംഗം വെച്ചാൽ ആ ക്ലിപ്പുകൾ എല്ലാവരും കേട്ടോളി. താനെപ്പറ്റി എന്ത് പറയുമ്പോൾ അവന് യോജിച്ചതുപോലെയാണ് മനസ്സിലാക്കി എവിടെ തകരാറ് വരാനുള്ളത്. താനെപ്പറ്റി എന്ത് പറയുമ്പോൾ അവന് യോജിച്ചതുപോലെയാണ് മനസ്സിലാക്കി എവിടെ തകരാറ് വരാനുള്ളത്. അള്ളാഹിനെ പറ്റി എന്ത് പറയുമ്പോൾ അവന് യോജിച്ചതുപോലെ എന്ന് വെച്ചാൽ പിന്നെ എന്ത് തകരാറുള്ളത്? ഇനിയിപ്പോ നാളെ മൗലവി പറയും അള്ളാഹ് കക്കൂസിൽ പോയി, അള്ളാഹിനോട് യോജിച്ച പോക്ക്, അള്ളാഹുത്തേല ഭക്ഷണം കഴിച്ചു, അള്ളാഹിനോട് യോജിച്ച കഴിക്കല്, അള്ളാഹുത്തേല ജിമായി ചെയ്തു, അള്ളാഹിനോട് യോജിച്ച ജിമായി, അള്ളാഹ്ക്ക് മക്കളുണ്ട്, അള്ളാഹിനോട് യോജിച്ച മക്കള്, അള്ളാഹ്ക്ക് പോക്കും വരവുണ്ട്, അള്ളാഹിനോട് യോജിച്ച പോക്കും വരവ്. ഇങ്ങനെ അള്ളാഹിനോട് യോജിച്ചതങ്ങ് വെച്ചാല് അള്ളാഹിനെ പറ്റി എന്തും പറയാം. ഇനി ഞാൻ മുസ്ലിമീങ്ങളോട് ചോദിക്കുന്നു, ഈ മുജാഹിദ് വിഭാഗം ഇസ്ലാമാണോ മുസ്ലിമീങ്ങളെ? നിങ്ങൾ നെഞ്ഞത്ത് കൈവച്ചൊന്ന് ചിന്തിക്കൂ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഇർഫാദിലുണ്ട് പോൽ അള്ളാഹിനോട് ചോദിക്കാൻ നമുക്ക് അർഹതയില്ല. അതുകൊണ്ട് നമ്മൾ നബിയോടെ ചോദിക്കാൻ പാടുള്ളൂ. എന്നാൽ അത് കക്കാടിന്റെ തരീക്കത്തിൽ കുടുങ്ങിയ ഒരു മൗലവി അതെഴുതിയത് എഡിറ്ററുടെ ശ്രദ്ധയപ്പെട്ടില്ല. ഞാനത് കണ്ടപ്പോ തന്നെ എഡിറ്ററെ ടെലിഫോൺ ചെയ്ത് ഇങ്ങനെ കുറെ അബദ്ധമുണ്ടല്ലോ ഇർഫാദിൽ. അയാൾ പറഞ്ഞു നിങ്ങൾ അതിന് ശരിയായതൊന്ന് എഴുതി അയക്കൂ. ഞാൻ എഴുതി, അതിനെ ഓരോന്നോരോന്നായി ചോദ്യം ചെയ്തുകൊണ്ട് എഴുതി. ഇർഫാദിൽ എഴുതി. ആ ഇർഫാദിൽ എഴുതിയപ്പോ നിങ്ങൾക്ക് കാണാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസീല ലേഖനത്തിൽ തെറ്റുധാരണയ്ക്ക് വഴി വിയോജിപ്പ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഈ ലേഖനം അവർ പ്രസിദ്ധീകരിച്ചിട്ട് അവസാനം അതാ എഡിറ്റർ പറയുന്നു, ഖേദിക്കുന്നു. അൽ-ഇർഫാദ് മാസിക 2007 ഡിസംബർ ലക്കത്തിൽ ഷാഹുൽ ഹമീദ് ശാന്തപുരം ഭാഷാന്തരം ചെയ്ത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസീല എന്ന ലേഖനത്തിൽ ചില അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് വിരുദ്ധമായ ചില പരാമർശങ്ങൾ ലേഖനത്തിൽ വന്നതായി ധാരാളം സുന്നി പണ്ഡിതരും ഇർഫാദ് ബന്ധുക്കളും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. സൗഹൃദ ബുദ്ധിയാവ ചൂണ്ടിക്കാണിച്ച പ്രസ്ഥാന ബന്ധുക്കൾക്ക് നന്ദി അറിയിക്കുന്നു. അബദ്ധങ്ങളുള്ള ലേഖനം പ്രസിദ്ധീകരിച്ചു പോയതിൽ നിർവ്യാജം ഖേദിക്കുന്നു. ഈ ലേഖനത്തിൽ ബഹുപേരോട് അബ്ദുറഹ്മാൻ സഖാഫി നൽകിയ വിശദീകരണം ശ്രദ്ധയോടെ വായിച്ച് പ്രസ്തുത ലേഖനത്തിൽ വന്ന അബദ്ധങ്ങൾ തിരുത്തി മനസ്സിലാക്കണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. പത്രാധിപര് ഏതോ ഒരാളൊന്ന് അയച്ചു, അത് പത്രാധിപര ശ്രദ്ധയിൽപ്പെടാറുന്നു. അത് നിങ്ങൾ വലിയ ആഘോഷാക്കാതെ തീരുമാനിച്ചല്ലേ? നിങ്ങൾക്ക് തെളിവില്ലാത്തത് കൊണ്ട് എവിടെയെങ്കിലും വരുന്ന അബദ്ധങ്ങൾ പിടികൂടുകയാണല്ലേ? ഓ മൗലവി, ഇതുകൊണ്ടൊന്നും സംഗതി നടക്കൂലട്ടോ. ശരി, ഞാനൊരു കാര്യം പറയട്ടെ. മൗലവി ഇവിടുന്ന് പറഞ്ഞു ഹുസൈൻ രണ്ടത്താണി AP സുന്നികളുടെ നേതാവാണ്. ഹുസൈൻ രണ്ടത്താണി AP വിഭാഗം സുന്നിയുടെ ഒരു അനുഭാവിയാണ്, നേതാവല്ല. ഞങ്ങളെ നേതാവ് താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി തവ്വലല്ലാഹു ഉംറഹ്. ഞങ്ങളെ നേതാവ് MA ഉസ്താദ് തവ്വലല്ലാഹു ഉംറഹ്. അതേ അപ്പുറത്ത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് തവ്വലല്ലാഹു ഉംറഹു മഅസ്സഹത്തി വല്ലാഫിയ. അതുപോലെ ഹംസ ഉസ്താദ്, നെല്ലിക്കുത്ത് ഉസ്താദ്, അതാ ഒതുക്കുന്നൽ ഉസ്താദ്. അങ്ങനെ ഞങ്ങളെ പട്ടിക എണ്ണിയാലുണ്ടോ തീരുന്നു. ഓ മൗലവി ഹുസൈൻ രണ്ടത്താണി ഞങ്ങളെ നേതാവല്ല, അദ്ദേഹം അനുഭാവിയാണ്. എന്ത് നേതാവ്? നേതാവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താലിമീങ്ങളല്ലേ നേതാക്കന്മാർ. അവര് പറഞ്ഞതനുസരിച്ചും അവര് പറയുന്നതനുസരിച്ചും ആര് നീങ്ങിയോ അവര് ഞങ്ങളെ സംഘടനയിലുണ്ടാകും, സംഘടനയുമായി ബന്ധമുണ്ടാകും. അതല്ലേ ഞങ്ങളുടെ സംഘടന. അതുകൊണ്ട് ഞങ്ങളെ നേതാവ് ആരാണെന്ന് നിങ്ങൾ പഠിപ്പിക്കണ്ട. അതൊക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങളെ പ്രവർത്തകരെയും അറിയാം, അനുഭാവികളെയും അറിയാം. അതുകൊണ്ട് വേണ്ടാത്തതൊന്നും പറഞ്ഞ് നേരം പോക്കണ്ട മൗലവി. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് അവൻ പൊരുത്തപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്‌ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. സഹോദരന്മാരെ, എല്ലാവരോടും എപ്പോഴും പറയാറുള്ളത് പോലെ ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഈ ഭൂമിലോകം ഇത് നിലനിൽക്കുന്ന ലോകമല്ല. ഇവിടെയുള്ള ജീവിതം നിലനിൽക്കുകയില്ല. ഏത് മനുഷ്യനും ഈ ലോകത്ത് വെച്ച് വിട പറഞ്ഞു പോകും. ഇവിടെ ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാനുള്ള സ്ഥലമല്ല. ഇത് അല്ലാഹുവിനെ ഇബാദത്തെടുത്ത് ജീവിച്ച് ഭരിക്കാനുള്ള സ്ഥലമാണ്. അതുകൊണ്ട് എല്ലാ മൗലവിമാരും മുജാഹിദിൽ പെട്ടുപോയ സാധാരണക്കാരും അല്ലാത്തവരുമൊക്കെ എപ്പോഴും ചിന്തിക്കണം, അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക്
ഹാജരാക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്, നമ്മോട് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് 14,96,74,000 കിലോമീറ്റർ മേലെ ഉദിക്കുന്ന സൂര്യനെ ഒരു ചാണമാത്രം മേലെ ഉദിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. ഒരു വിഭാഗം അതാ ചെരിപ്പടിക്കാല് വരെ, മുട്ടുവരെ, അരവരെ, കഴുത്ത് വരെ പലരും വിയർപ്പിലിറങ്ങുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസവും അതാ വിചാരണക്കൊന്ന് വിളിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഏത് മനുഷ്യനും കാര്യം മനസ്സിലാകുന്ന ദിവസമാണത്. സുബ്ഹാനല്ലാഹ്. അതേ ഫകസഫ്നാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. എല്ലാ ആളുകൾക്കും സത്യം വെളിച്ചത്താകുന്ന ദിവസം. ആ ദിവസവും മുഅ്മിനീങ്ങൾ എന്താ ചെയ്യുന്നത്? രക്ഷപ്പെടാൻ വേണ്ടി അമ്പിയാക്കളെ സമീപിക്കുകയാണ്. എല്ലാ അമ്പിയാക്കളും മഹാന്മാര് മാറി മാറി മറ്റൊരാളെടുക്കൽ അയക്കുകയാണ്. നിങ്ങളെ വാദപ്രകാരം മൗലവിമാരെ അമ്പിയാക്കളോട് ശുപാർശക്ക് പറഞ്ഞാൽ ശിർക്കല്ലേ? മഹസറേത് ശിർക്ക് തന്നെയാണോ? മഹസറയിലത്തിന് ശിർക്ക് തിരിഞ്ഞില്ല എന്നാണോ? എന്നിട്ട് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തെത്തുമ്പോ അനലഹാ, നിങ്ങളെ മുഴുവനും ശുപാർശ പറഞ്ഞ് രക്ഷപ്പെടുത്താൻ ഞാൻ അതിനർഹനാണ്. ആ ഹദീസിന്റെ അർത്ഥവും നിങ്ങൾ മാറ്റിയത് ഞാൻ പിടിച്ചിട്ടില്ലേ മൗലവി? മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. അനലഹാ, അതിന് ഞാൻ തന്നെ എന്ന് പറഞ്ഞ് അവിടുന്ന് ശഫാഅത്ത് ചെയ്തിട്ട് അവസാനം അതാ സ്വർഗത്തിലേക്കുള്ള ഒരു ഫരീഖും ഫിൽ ജന്നതി വ ഫരീഖും ഫിസ് സഈർ, ഒരു വിഭാഗം സ്വർഗത്തിലേക്കും ഒരു വിഭാഗം നരകത്തിലേക്കും. അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്തല്ലേ, ശുപാർശക്ക് തേടലല്ലേ, ശുപാർശ പറയലല്ലേ. പിന്നെ അതിന്റെ ശേഷം അമ്പിയാക്കളും മലക്കുകളും ഔലിയാക്കളും അവിടെയും ശുപാർശ പറയുകയല്ലേ. ഞങ്ങളെ ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുസ്ഫിഖാ വഅഹ്ലനാ ഇല്ലാ സയ്യിദി ഖൈറൻ നബി എന്ന് ചൊല്ലുന്നത് കൊണ്ട് മുശ്രിക്കാണെന്നല്ലേ നിങ്ങളെ വാദം? അത് ചൊല്ലിയ മഹാന്മാരായ ആലിമീകൾ മുശ്രിക്കാണെന്നല്ലേ നിങ്ങളെ വാദം? ഈ വാദവും കൊണ്ട് മൗലവിമാരെ മഹ്ശറയിൽ രക്ഷപ്പെടൂല കേട്ടോ. ഈ കള്ളം പറയുന്ന, കഥയെ അട്ടിമറി നടത്തുന്ന, തട്ടിപ്പ് നടത്തുന്ന, ഇബാറത്തിന്റെ അർത്ഥം മാറ്റുന്ന, ആയത്തിന്റെ അർത്ഥം മാറ്റുന്ന ഈ മൗലവിയുടെ പിന്നാലെ കൂടിയാൽ ഓ മുജാഹിദിൽ പെട്ടുപോയ സാധാരണക്കാരാ, ആഖിറത്തുനിന്ന് കൈകടിച്ചിട്ട് കാര്യമില്ല കേട്ടോ. യൗമയഅല്ലാലിം, അക്രമി കൈകടിക്കുന്ന ഒരു ദിവസമാണത്. കാര്യമില്ലേ മുജാഹിദേ? എന്റെ ഈ പ്രസംഗം നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് ശരിക്കൊന്ന് കേൾക്കൂ മുജാഹിദേ, എന്നിട്ടൊന്ന് വിലയിരുത്തൂ മുജാഹിദേ. ഞാൻ ചീത്ത പറഞ്ഞു, എന്നെ നിങ്ങളെ മൗലവി എത്ര ചീത്ത പറഞ്ഞു, നിങ്ങൾ എത്ര എന്നെ ചീത്ത പറഞ്ഞു, നിങ്ങൾ ശരിക്കൊന്ന് കേൾക്കൂ മൗലവിമാരെ. അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകട്ടെ, സന്മാർഗത്തിന്റെ വെളിച്ചം കാണിക്കട്ടെ. ഞങ്ങളെ റബ്ബിനോട് ദുആ ചെയ്യുന്നു. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും കോഴിക്കോട് ജില്ലാ SYS സമ്മേളനം നടക്കാൻ പോവുകയാണ്. എല്ലാവരും അതിന് പ്രവർത്തിക്കണം. അത് നമ്മളെ വടകരയിൽ വെച്ചാണ് കോഴിക്കോട് ജില്ലാ SYS സമ്മേളനം. കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതുപോലെ അൽഹംദുലില്ലാഹ് ഗൂഡല്ലൂരിൽ, നീലഗിരി ജില്ലയിലും സമ്മേളനം വളരെ ചെറിയ ദിവസങ്ങൾ കൊണ്ട് എല്ലാ സ്ഥലത്തും സമ്മേളനമാണ്. നിങ്ങളൊക്കെ ആ സമ്മേളനത്തിന് വേണ്ടി പ്രവർത്തിക്കണം, പ്രചരിപ്പിക്കണം. അത് സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയുള്ള സമ്മേളനമാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയുള്ള സമ്മേളനമാണ്. നിങ്ങളൊക്കെ വടകരയിലെ സമ്മേളനത്തിലും പ്രത്യേകം ഈ ജില്ലയായതുകൊണ്ട് ഞാൻ പറയുന്നു, പ്രത്യേകം സഹകരിക്കണം. എല്ലാ ജില്ലകളിലും സമ്മേളനങ്ങളിൽ സഹകരിക്കണം. 10-ാം തീയതി ചങ്ങരംകുളത്ത് പരിപാടി, 11-ാം തീയതി ഇവിടെ പനമരത്ത് പരിപാടി, അതിനൊക്കെ വരാൻ കഴിയുന്നവരൊക്കെ വരണം. അതിൻ്റെയൊക്കെ പുറമെ നമ്മൾ സിറാജ് ദിനപത്രം എല്ലാ സ്ഥലത്തും എത്തിക്കണം. സുന്നി വോയിസ് എല്ലാവരും വായിക്കണം, പ്രചരിപ്പിക്കണം. റിസാല വായിക്കണം, പ്രചരിപ്പിക്കണം. മർക്കസു സഖാഫത്തി സുന്നിയ മുതൽ സിറാജുൽ ഹുദ വരെ എല്ലാ സ്ഥാപനങ്ങളെയും നിങ്ങൾ സഹായിക്കണം, സഹകരിക്കണം. നമ്മുടെ ദാറുൽ ഹുദകളെയും മജ്മഅകളെയും മൈദിനുകളെയും അതുപോലെ സഅദിയെയും മഖർ സുന്നിയെയും മജ്ലിസ് സുന്നിയെയും അതുപോലെ
തെക്കൻ ജില്ലകളിലുള്ള അശ്അരിയ, അതുപോലെ ഇർശാദിയ തുടങ്ങി ഏതെല്ലാം സ്ഥാപനങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ, കൊല്ലം ജില്ലയിലുള്ള ഖാദിസിയ, അങ്ങനെ തുടങ്ങി തിരുവനന്തപുരം മുതൽക്ക് മംഗലാപുരം വരെയും, അപ്പുറത്ത് സഹോദരന്മാരെ കർണാടക സ്റ്റേറ്റിലും, അതേ മഞ്ഞനാടി യതീംഖാന, ഉള്ളാളത്ത് ഉള്ള ദീനീ സ്ഥാപനങ്ങൾ, അതിന്റെ അപ്പുറത്ത് അൽ ഇർശാദ്, മർക്കസുൽ ഇർശാദ്, അങ്ങനെ തുടങ്ങി എവിടെയൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുണ്ടോ അതിനെല്ലാവരും പ്രവർത്തിക്കണം, സഹായിക്കണം, സഹകരിക്കണം. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മുടെ സ്ഥാപനത്തിന് വലിയ ബർക്കത്ത് തന്നിട്ടുണ്ട്. ഇന്നും പലരും വന്ന് നേർച്ചകൾ തന്നിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഫലം കൊടുക്കട്ടെ. ഓപ്പറേഷൻ വിധിച്ച രോഗി ഓപ്പറേഷൻ വിധിച്ചിട്ട് ആശുപത്രിയിൽ തിയേറ്ററിൽ നേർച്ചയാക്കി ഓപ്പറേഷൻ ഇല്ലാതെ രക്ഷപ്പെട്ടവരുണ്ട്. വെള്ളപ്പാണ്ട് രോഗമുണ്ടായിട്ട് നേർച്ച ചെയ്ത് വെള്ളപ്പാണ്ട് രോഗം മാറിയവരയച്ച കത്ത് ഞാൻ ഫയലിൽ വെച്ചിട്ടുണ്ട്. ഇന്നലെയോ ഇന്നോ എൻ്റെ അടുത്ത് ഒരു തങ്ങൾ സയ്യിദാണ് എൻ്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരനെ കൂട്ടിക്കൊണ്ടുവന്ന്, ഈ ചെറുപ്പക്കാരനൊരു യതീം കുട്ടിയെ വിവാഹം കഴിച്ചിട്ടുണ്ട്, ആ യതീം കുട്ടിക്ക് പാണ്ടിന്റെ രോഗമായതുകൊണ്ട് വിഷമമുണ്ട്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാഹുവേ, ആ യതീം കുട്ടിക്ക് നീ ഭാവി ജീവിതം ഹൈറാകുന്ന നിലക്ക് ആ കുട്ടിയുടെ രോഗം നീ സുഖപ്പെടുത്തി കൊടുക്കണം റഹ്മാനേ.